ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. സർവശക്തനായ ദൈവത്തിന്റെ മഹാസ്നേഹത്താൽ ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുവാൻ, ഇത്തരത്തിൽ ക്രമീകരിക്കപ്പെടുവാനിടയായതിൽ ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. അതിന് മുഖാന്തരമായി തീർന്ന ഞാൻ വളരെ ഹൃദയപ്രകാരം സ്നേഹിക്കുന്ന എൻ്റെ വാത്സല്യ കർത്താവ് പ്രിയമായി സ്നേഹിക്കുന്ന പ്രിയ ബിജുരാജനാചാര്യ ദൈവത്തെ സ്തുതിക്കുന്നു. കുടുംബത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. അതുപോലെ തന്നെ ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുവാൻ ക്ഷണിച്ച ഇന്ദുലേഖ കർത്താവിൻ്റെ അഭിഷദാസിയെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവിക ചിന്തകൾ, അനുഭവങ്ങളൊക്കെ നമുക്കിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുവാൻ ഇടയായി തീർന്നു. വളരെയധികം സന്തോഷമുണ്ട്. എല്ലാ തരത്തിലും സർവശക്തനായ ദൈവം അസാധാരണ അത്ഭുതങ്ങളെ ചെയ്യുന്ന കർത്താവെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ ദിവസം കർത്താവ് എന്നെ വളരെയധികമായി ചിന്തിപ്പിക്കുന്ന ദൈവിക ആശയങ്ങളിലേക്കാണ് നാം നമ്മുടെ ശ്രദ്ധ തിരിക്കുവാൻ പോകുന്നത്. കർത്താവ് യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരിക്കുമ്പോൾ കേൾക്കപ്പെട്ടതുപോലെയും ഉപരി അസാധാരണവും മഹിമേറിയതുമായ അത്ഭുതങ്ങളും അടയാളങ്ങളും കർത്താവ് ചെയ്തുകൊണ്ടേയിരുന്നു. ആ നിലവാരത്തിലുള്ള ഒരു ദൈവിക കാഴ്ചപ്പാടാണ് സ്വർഗത്തിലെ ദൈവം എനിക്ക് നൽകി തന്നുകൊണ്ടിരിക്കുന്നത്. രണ്ട് കാര്യങ്ങൾ ഇന്ന് രാത്രി സംഭവിക്കണമെന്ന് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഒന്ന്, കർത്താവിൻ്റെ അത്യന്തമായ ശക്തി എന്ത് എന്ന് അനുഭവിച്ചറിയുവാൻ ആഗ്രഹമുള്ളവർക്ക് അത് അനുഭവിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. രണ്ട്, അത്ഭുതങ്ങൾ ഈ കാലഘട്ടത്തിലും കർത്താവ് ചെയ്യുന്നു, അത് പ്രാപിച്ചെടുക്കുവാനും സ്വർഗത്തിലെ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. കർത്താവിനെ വളരെയധികമായി ചിന്തിപ്പിക്കുന്ന ദൈവിക ആശയത്തിലേക്കാണ് നാം നമ്മുടെ ശ്രദ്ധ തിരിക്കുവാൻ പോകുന്നത്. ആ വേദപുസ്തകത്തിൽ നിന്നും ലൂക്കോസ് സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യത്തിലേക്ക് നാം നമ്മുടെ ശ്രദ്ധ തിരിക്കുന്നു. അവിടെ ഇപ്രകാരമാണ് വായിച്ചു കേൾക്കുന്നത്: ശക്തി അവനിൽ നിന്ന് പുറപ്പെട്ടു, എല്ലാവരെയും സൗഖ്യമാക്കൊണ്ട് പുരുഷാരമൊക്കെയും അവനെ തൊടുവാൻ ശ്രമിച്ചു എന്നാണ് നമുക്കവിടെ വായിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അവിടെ വായിക്കുന്നത് ഇപ്രകാരമാണ്: ശക്തി അവനിൽ നിന്ന് പുറപ്പെട്ടു, എല്ലാവരെയും സൗഖ്യമാക്കൊണ്ട് പുരുഷാരമൊക്കെയും അവനെ തൊടുവാൻ ശ്രമിച്ചു എന്നാണ്. കർത്താവ് യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തൻ്റെ അടുക്കൽ എല്ലാവരുടെയും ആവശ്യങ്ങളിൽ കർത്താവ് അവരുടെ ആവശ്യങ്ങളെ നിറവേറ്റി അത്ഭുതങ്ങളെ കർത്താവ് ചെയ്ത് എല്ലാവർക്കും വേണ്ടിയും കർത്താവ് തൻ്റെ വലിയ മഹത്വം വെളിപ്പെടുത്തുവാനിടയായിട്ടു. എന്നാൽ കർത്താവിൽ നിന്ന് ഒന്നും പ്രാപിക്കുവാൻ ആഗ്രഹിക്കാത്ത അനേക വ്യക്തികൾക്ക് ഒന്നും പ്രാപിച്ചെടുക്കുവാനും കഴിയാതെ പോയി എന്നുള്ളതാണ്. അപ്പോൾ കർത്താവ് യേശു തന്നിൽ നിന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും വിടുതലും അനുഗ്രഹവും പ്രതീക്ഷിച്ച എല്ലാവരെയും കർത്താവ് വളരെ വ്യത്യസ്തമായി തന്നെ അവരെ വിടുവിക്കുകയും അവരെ സൗഖ്യമാക്കുകയും അവരെ അനുഗ്രഹിക്കുകയും കർത്താവ് ചെയ്തിരുന്നു. ഉറപ്പായിട്ടും ഇന്നും ആ മഹാപ്രവൃത്തി കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യുകയാണ്. കർത്താവ് ഏതെല്ലാം നിലവാരത്തിലുള്ളവർക്കാണ് ശക്തി പകർന്നു കൊടുക്കുവാനിടയായി തീർന്നത്, ഏതെല്ലാം നിലവാരത്തിൽ കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു, നമുക്ക് പരിശുദ്ധാത്മാവ് തരുന്ന ആ സമയപരിമിതിക്കുള്ളിൽ നമുക്ക് അത് ചിന്തിക്കുകയും കർത്താവ് നമ്മോട് ലൈവായി സംസാരിക്കേണ്ടതിന് ഏൽപ്പിക്കപ്പെട്ടിരിക്കുകയും ആ നിലവാരത്തിലുള്ള വലിയ അനുഗ്രഹവും സാധ്യമായി വരട്ടെ എന്നുമാണ് ഞാൻ ദൈവകൃപയെ ശരണപ്പെട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നു, ശക്തി അവങ്കൽ നിന്ന് പുറപ്പെട്ടു. ആർക്ക് വേണ്ടിയാണ് ഈ ശക്തി പുറപ്പെടുന്നത്? യെശയ്യാവിന്റെ പുസ്തകം 40-ാം അധ്യായം 29 ഇപ്രകാരം വായിക്കുന്നു: അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു. ക്ഷീണിച്ചിരിക്കുന്ന വ്യക്തിക്കാണ് കർത്താവ് ശക്തി നൽകുന്നത്. അവൻ ബലമില്ലാത്തതിന്
ബലം വർദ്ധിപ്പിക്കുന്നു എന്നാണ്. അപ്പോൾ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് അവൻ ബലം വർദ്ധിപ്പിക്കുന്നു എന്നാണ്. നാം വ്യത്യസ്തമായ നിലവാരത്തിൽ അത്ഭുതങ്ങളെ കുറിച്ച്, അടയാളങ്ങളെ കുറിച്ച് ആമേൻ എത്രയധികം നാം ചിന്തിച്ചാലും തിരിച്ചറിഞ്ഞാലും അതിൻ്റെതായ പ്രവൃത്തി നമ്മുടെ ഇഹലോക ജീവിതത്തിൽ ആവശ്യമില്ലെങ്കിൽ അത് ഒരു ചരിത്ര പഠനമായിട്ട് മാത്രമേ അവശേഷിക്കത്തുള്ളൂ. എന്നാൽ ആവശ്യബോധത്തോടെ എൻ്റെ ഇഹലോക ജീവിതത്തിൽ ഞാൻ ആയിരിക്കുമ്പോൾ ഒരു അതിശയിപ്പിക്കുന്ന ദൈവ പ്രവൃത്തി എനിക്ക് അത്യാവശ്യമുണ്ട്, അല്ലെങ്കിൽ ആ സാഹചര്യത്തിനനുസരിച്ചായിരിക്കുമ്പോഴാണ് ആ പ്രവൃത്തി അനുഭവിക്കുവാൻ കഴിയുന്നത്. അപ്പോൾ അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് അവൻ ശക്തി നൽകുന്നു എന്നാണ്. ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ ഈ പ്ലാറ്റ്ഫോമിൽ അവൻ ക്ഷീണിച്ചിരിക്കുന്ന, അസ്വസ്ഥമായിരിക്കുന്ന, ഏതെങ്കിലും നിലവാരത്തിൽ ഏതെങ്കിലും വിഷയത്തോടുള്ള ബന്ധത്തിലായിരിക്കുന്നു എങ്കിൽ ഇന്ന് രാത്രി കർത്താവ് ശക്തി നൽകുന്ന രാത്രിയാണ്. അത് നാം ചിന്തിക്കുന്നത് പോലുള്ള ഒരു ഇമോഷണൽ ഫീലിംഗ് അല്ല, അതിനപ്പുറമാണ് ആ ദൈവശക്തി എന്ന് പറയുന്നത്. ആ ശക്തി പ്രാപിച്ച ഒരുപാട് വ്യക്തികളുണ്ട്. അതിൽ വളരെയധികം ആ പ്രതികൂലത്തിലും പ്രയാസത്തിലും സാത്താൻ നേരിട്ടിറങ്ങി ഉപദ്രവിച്ചു കൊണ്ടിരുന്ന വ്യക്തികളിൽ ഒരുവരാണ് പൗലോസ് അപ്പോസ്തലൻ എന്ന് പറയുന്നത്. ഇയ്യോബിന്റെ ജീവിതത്തിലും സാത്താൻ പ്രവർത്തിച്ചു. എന്നാൽ അവൻ ജീവിതാവസാനം വരെ എന്ന് പറഞ്ഞാൽ വർഷങ്ങളോളം അവിടെ നിന്ന് പൈശാചിക ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരു വ്യക്തി പൗലോസ് അപ്പോസ്തലനാണ്. ഈ പൗലോസ് അപ്പോസ്തലനോട് പൗലോസ് അപ്പോസ്തലൻ ജീവിതത്തിൽ ഒന്നിനും വേണ്ടിയും അവൻ ഇങ്ങനെ എനിക്കത് വേണം എന്ന് പറഞ്ഞ് അത്യാവശ്യത്തോടെ ദൈവത്തോട് കർത്താവോട് പറഞ്ഞ ചരിത്രമില്ല. എന്നാൽ ഈ ഒരു പൈശാചിക മണ്ഡലം, പൈശാചിക വ്യാപാരം, അതിന്റെ ബുദ്ധിമുട്ട് മാറുവാൻ പൗലോസ് അപ്പോസ്തലൻ പലവട്ടം കർത്താവിനോട് പറഞ്ഞു. അപ്പോ കർത്താവ് തിരിച്ചു പറഞ്ഞൊരു കാര്യം ഇതാണ്, ആമേൻ, നിനക്ക് എന്റെ കൃപ മതി, എന്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്നാണ്. ആ പൈശാചിക ബന്ധനത്തെ അല്ലെങ്കിൽ ആ പൈശാചികമായിട്ടുള്ള അറ്റാക്കിങ്ങിനെ മാറ്റിക്കൊടുത്തതായിട്ടോ അല്ലെങ്കിൽ അതിന് കുറവ് വരുത്തി കൊടുത്തതായിട്ടോ അല്ല. കർത്താവ് പറയുകയാണ്, ഈ ഒരു പൈശാചിക വ്യാപാരമുണ്ടെങ്കിലും ഏത് നിലവാരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിലും ആമേൻ, എന്റെ കൃപ, എന്റെ ശക്തി അത് മതി നിനക്ക്. ഇത് അനുഭവിച്ച പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരം പറഞ്ഞു, അതുകൊണ്ട് ഞാൻ എന്റെ ബലഹീനതയിൽ സന്തോഷിക്കും. 2 കൊരിന്ത്യർ ലേഖനം 12:9-10 വാക്യങ്ങളുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്റെ ബലഹീനതകളിൽ ഞാൻ സന്തോഷിക്കും. കാരണം ആ ബലഹീനതയിൽ എന്നെ സന്തോഷിപ്പിക്കുന്ന, അസാധാരണ മഹത്വമാക്കി മാറ്റുന്നത് എന്തെന്ന് ചോദിച്ചാൽ അത് കർത്താവിന്റെ കൃപയും ശക്തിയുമാണ്. കർത്താവിന്റെ ആത്മാവ് കൃത്യമായി പറയുന്നു, ജീവിതത്തിൽ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ട് പൈശാചികമായി പല നിലവാരത്തിൽ ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരിക്കുന്ന ചില വ്യക്തികളെ ക്ഷീണിപ്പിക്കുന്ന ചില അസ്വസ്ഥതകൾ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകുകയാണ്. ഒരു അസാധാരണമായ ദൈവത്തിന്റെ പ്രവൃത്തി സാധ്യമായി വരികയാണ്. ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരോടുള്ള ബന്ധത്തിൽ അവരുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ചില വ്യക്തികളുണ്ട്, സ്നേഹിക്കുന്ന ചില പ്രിയപ്പെട്ടവരുണ്ട്. അവരായിരിക്കുന്ന ഇടത്ത് ഈ വചനം നിങ്ങൾ കേട്ട് ഏറ്റെടുക്കുന്ന ഈ സമയം തന്നെ അവരായിരിക്കുന്ന ഇടത്ത് അവരെ ബുദ്ധിമുട്ടിക്കുന്ന ആ ഒരു ക്ഷീണതയുടെ ആത്മാവ് അവരെ വിട്ട് മാറിപ്പോകത്തക്ക നിലവാരത്തിൽ കർത്താവിന്റെ ശക്തി അവിടെ മേൽ പകരപ്പെടാൻ പോകുന്ന ഒരു രാത്രിയാണ്. കർത്താവിനെ പിന്നെയും വളരെ വ്യത്യസ്തമായി എന്നെ പ്രദർശിപ്പിക്കുന്നു. 1 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം വായിച്ചാൽ അവിടെ പറയുന്നു, നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല. ഒരു മനുഷ്യന്റെ വിശ്വാസത്തിന് വേണ്ടി, ഒരു മനുഷ്യൻ വിശ്വസിക്കുന്നതിന് വേണ്ടി ആമേൻ, മനുഷ്യരുടെ ജ്ഞാനമല്ല, മനുഷ്യരുടെ ബുദ്ധിയല്ല, ദൈവത്തിന്റെ ശക്തി തന്നെ ആധാരമായിരിക്കുന്നു എന്നാണ്. അപ്പോൾ ഒരു മനുഷ്യന് വിശ്വാസം വരണമെങ്കിൽ, ഒരു മനുഷ്യൻ വിശ്വസിക്കുന്നവളായി തീരണമെങ്കിൽ അതിന് ദൈവത്തിന്റെ ശക്തിയാൽ മാത്രമേ അത് സാധ്യമായി വരികയുള്ളൂ എന്ന് കർത്താവ് കൃത്യമായിട്ട് പറയുകയാണ്. അതെ, നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല, ദൈവത്തിന്റെ ശക്തി തന്നെ ആധാരമായിരിക്കേണ്ടതിന്. അപ്പോൾ ഒരു മനുഷ്യൻ, ഒരു വ്യക്തി വിശ്വാസിയായി തീരുവാൻ ദൈവത്തിന്റെ ശക്തിയാണ് അതിനടിസ്ഥാനമായിരിക്കുന്നത്.
അതേ ഇന്നത്തെ ദിവസം വിശ്വാസത്താൽ ഒരത്ഭുതം പ്രാപിക്കണം എന്ന് ആമേൻ തിരിച്ചറിഞ്ഞാലും ദൈവത്തിന്റെ ശക്തിയാൽ ആ വിശ്വാസത്തെ ബൂസ്റ്റ് ചെയ്യാതെ, അതിനെ ആമേൻ വലുതാക്കാതെ, അല്ലെങ്കിൽ ആ വിശ്വാസത്തെ ആമേൻ വലുതായി തീരാതെ അവിടെ ഒന്നും സംഭവിക്കുവാൻ പോകുന്നില്ല. പിന്നെയും കർത്താവിന്റെ ആത്മാവിനെ ബോധ്യപ്പെടുത്തുകയാണ്. നേരത്തെ പറഞ്ഞു 2 കൊരിന്ത്യലേഖനം 12:9 അവിടെ കർത്താവ് പറഞ്ഞു, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. എന്നിട്ട് താൻ പറയുന്നത് ഇങ്ങനെയാണ്, ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതകളിൽ പ്രശംസിക്കുമെന്ന്. ആ ബലഹീനനാണ്. ആ ബലഹീനതയിൽ പ്രശംസിക്കാൻ പോകുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ആമേ കർത്താവിന്റെ ശക്തി അത് എന്റെ മേൽ കടന്നു വരുന്നത് കൊണ്ടാണ്. അതെ, ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ ശക്തി ഒരു അസാധാരണ അനുഭവത്തിൽ ജീവിതത്തിൽ കടന്നു വന്ന് അതിശയിപ്പിക്കുന്ന കാര്യങ്ങളെ സാധ്യമാക്കുവാൻ പോകുകയാണ്. അതുപോലെ 2 പത്രോസിന്റെ ലേഖനം 1-3 കർത്താവ് നമ്മെ പ്രദർശിപ്പിക്കുന്നു, തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനമായി നൽകിയിരിക്കുന്നു എന്നാണ്. അപ്പൊ ഇവിടെ വായിക്കുന്നത്, ആമേൻ തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി അത് നിമിത്തം ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്നാണ്. അപ്പോൾ ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും ദാനം ലഭിക്കണമെങ്കിൽ ആമേ സർവശക്തനായ കർത്താവിന്റെ ആ ദിവ്യശക്തിയാൽ അത് സാധ്യമായി വരികയാണ്. അതുപോലെ എബ്രായ ലേഖനം 11-34 ശ്രദ്ധിച്ചാൽ അവിടെ കാണുവാൻ സാധിക്കുന്ന ഒരു വിശേഷ കാര്യം എന്താന്ന് ചോദിച്ചാൽ, അവിടെ പറയുന്നു, അതായത് തീയുടെ ബലം കെടുത്തു, വാളിന്റെ വായ്ക്ക് തെറ്റി. അവിടെ പറയുന്നു ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു. ഇന്ന് രാത്രി ബലഹീനതയിൽ ആമേ ശക്തി പ്രാപിച്ചിട്ട് അവിടെ പറയുന്നു, യുദ്ധത്തിൽ അവർ വീരന്മാരായി തീർന്നു. മാത്രമല്ല അന്യന്മാരുടെ സൈന്യങ്ങളെ ഓടിച്ചു കളഞ്ഞു. അസാധാരണമായ മാറ്റം സംഭവിച്ചു കൊണ്ടിരുന്നു. ഇന്ന് രാത്രി എന്നോട് കർത്താവിന്റെ ആത്മാവ് പറയുന്നു, പല നിലവാരത്തിൽ പരാജയപ്പെടുത്തുന്ന, പല നിലവാരത്തിൽ ക്ഷീണിപ്പിക്കുന്ന, പല നിലവാരത്തിൽ വിശ്വാസത്തെ ചോർത്തിക്കളയുന്ന, പല നിലവാരത്തിൽ ബുദ്ധിമുട്ട് വരുത്തിക്കൊണ്ടിരിക്കുന്ന ആമേ പൈശാചിക മണ്ഡലമാണെങ്കിലും മറ്റു വിധമായ ബുദ്ധിമുട്ടുകളാണെങ്കിലും ഇന്ന് രാത്രി നസ്രയനായ യേശുവിന്റെ നാമത്തിൽ ആ പൈശാചിക വ്യാപാരങ്ങളോ ബലഹീനതകളോ മറ്റു വൈകല്യങ്ങളോ അസ്വസ്ഥതകളോ ശാപമേറിയ അനുഭവങ്ങളോ ഇന്ന് രാത്രി കർത്താവിന്റെ ശക്തിയാൽ അവ നീങ്ങിപ്പോകുന്ന രാത്രിയാണ്. ഒരസാധാരണമായ ദൈവപ്രവൃത്തി ഇന്ന് രാത്രി വ്യക്തിപരമായ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ പോകുകയാണ്. ഏറെ നാളുകളായി ഒന്നും ചെയ്യുവാൻ കഴിയാത്ത അവസ്ഥയിൽ, ഒരുതരം ശാരീരികമായി ക്ഷീണിക്കപ്പെട്ട അവസ്ഥയിൽ, രോഗത്താൽ ബന്ധിക്കപ്പെട്ട അവസ്ഥയിൽ, മാനസികമായി തകർക്കപ്പെട്ട അവസ്ഥയിൽ, ഏറെ ദുഃഖം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ, ഏറെ സങ്കടം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ, ഏറെ ക്ഷീണാവസ്ഥയിൽ ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്നിട്ട് മനുഷ്യരോട് പറഞ്ഞിട്ട് കാര്യമില്ല, മരുന്നുകൊണ്ടും വലിയ പ്രയോജനമില്ല, അല്ലെങ്കിൽ മരുന്നുകൊണ്ട് മാറ്റാവുന്നതുമല്ല, ആ നിലവാരത്തിൽ അസ്വസ്ഥപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികൾ ഇന്ന് രാത്രി കർത്താവിന്റെ മഹത്വമുള്ള നാമത്തിൽ അവർ സൗഖ്യം പ്രാപിക്കുകയാണ്, അവർ വിടുതൽ പ്രാപിക്കുകയാണ്, അവിടെ ക്ഷീണത വിട്ടുമാറിപ്പോകുകയാണ്, അവിടെ ബലഹീനത വിട്ടുമാറിപ്പോകുകയാണ്. അസ്വസ്ഥപ്പെടുന്ന ഒരു പൈശാചിക മണ്ഡലം ഇന്ന് രാത്രി കർത്താവിന്റെ മഹത്വമുള്ള നാമത്തിൽ തകർന്നു പോകുന്ന രാത്രിയാണ്. കുറിവാക്യം മറക്കണ്ട. ആമേൻ ആമേൻ. യേശുവിങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടു, എല്ലാവരെയും സൗഖ്യമാക്കുന്നുണ്ട്. എല്ലാവരും അവനെ തൊടുവാൻ ശ്രമിച്ചു. ഇന്ന് രാത്രി കർത്താവിൽ നിന്ന് ശക്തി പുറപ്പെടുന്ന രാത്രിയാണ്. ചില ബലഹീനതകൾ എടുത്തു മാറ്റപ്പെടുന്ന രാത്രിയാണ്. ചില അസ്വസ്ഥതകൾ മാറിപ്പോകുന്ന രാത്രിയാണ്. ചില ബലഹീനതകൾ മാറിപ്പോകുന്ന രാത്രിയാണ്. ചില ക്ഷീണങ്ങൾ മാറിപ്പോകുന്ന രാത്രിയാണ്. അതെ, പ്രത്യക്ഷത്തിൽ തന്നെ യേശു എന്നെ സൗഖ്യമാക്കി, യേശു എന്നെ ശക്തീകരിച്ചു, യേശു എന്നെ ബലപ്പെടുത്തി എന്ന് അനുഭവിച്ചറിയുന്ന രാത്രിയാണ്. എന്നോട് കർത്താവ് കൃത്യമായി പറയുന്നു, ഏറെ നാളുകളായി, അതേ ചില വർഷങ്ങളായി തന്നെ, കർത്താവേ എനിക്ക് അങ്ങയുടെ ദിവ്യ സാന്നിധ്യം
എനിക്ക് പ്രത്യക്ഷമായിട്ടൊന്ന് അനുഭവിച്ചറിയണം. അത് ലോകത്തിൽ ആരും പറയുന്നത് പോലെയല്ല. ആമേൻ കർത്താവ് വേദപുസ്തകത്തിന്റെ അകത്ത് ആ പറയപ്പെടുന്ന നിലവാരത്തിലുള്ള ആ ശക്തിയാൽ എനിക്ക് നിറയണം കർത്താവെ, ആ ഒരു അനുഭവത്തിലായി തീരണം കർത്താവെ എന്ന് കൃത്യതയോടെ കർത്താവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരിൽ ചിലര് ഇന്ന് രാത്രി ആ ശക്തിയുടെ മഹത്വം എന്തെന്ന് അവർ അനുഭവിച്ചറിയുവാൻ പോകുകയാണ്. ആ ശക്തി പ്രത്യക്ഷത്തിൽ അസാധാരണ മഹത്വമായിട്ട് അനുഭവിച്ചറിഞ്ഞ വ്യക്തികളിൽ ഒരുവനാണ് ആമേൻ ആ ശിംശോൻ എന്ന് പറയുന്ന വ്യക്തി. ശിംശോൻ എന്ന് പറയുന്ന വ്യക്തി സാധാരണ എല്ലാവരെ പോലെ കുറെ അധികം ഇമോഷണൽ ഫീലിംഗ് ഉള്ള ബലഹീനനായ ഒന്നുമല്ലാത്ത ഒരു മനുഷ്യനായിരുന്നു. പക്ഷേ അവനെ അസാധാരണ മഹത്വമാക്കി തീർത്തത് അവന്റെ കഴിവോ പ്രാപ്തിയോ അല്ല, സർവശക്തനായ ദൈവത്തിന്റെ ആത്മസാന്നിധ്യമാണ് ഒരു അസാധാരണ മഹത്വമാക്കി തീർക്കുവാനിടയായത്. ഇന്ന് രാത്രി എന്നോട് കർത്താവ് പറയുന്നു, നമ്മുടെ ബലഹീനതകളെ, നമ്മുടെ തകർച്ചകളെ, രോഗത്തെ, ശാപത്തെ, പൈശാചിക വ്യാപാരങ്ങളെ, ദുഷ്ടതയുടെ ആധിപത്യത്തെ തകർത്തു മാറ്റുന്ന ഒരു ആത്മസാന്നിധ്യമാണ് കർത്താവിന്റെ സാന്നിധ്യം. അതിന്ന് രാത്രി പ്രത്യക്ഷമായിട്ട് അനുഭവിച്ചറിയുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കുവാൻ പോകുകയാണ്. ഒരു അസാധാരണമായ ദൈവപ്രവൃത്തി ഇന്ന് രാത്രി അനുഗ്രഹമായി തീരുവാൻ പോകുന്നു. കർത്താവിനെ പിന്നെയും പ്രദർശിപ്പിക്കുന്ന മറ്റൊരു വചനത്തിലേക്ക് 2 കൊരിന്ത്യലേഖനം 4-ാം അധ്യായം 7-ാം വാക്യം. അവിടെ പറയുന്നു, അവർ പറയുന്നു, എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല. ഈ അത്യന്ത ശക്തിയെ കുറിച്ച് ഭാഷാന്തരങ്ങളിലേക്ക് ഞാൻ കടന്നുപോയപ്പോൾ കാണുവാൻ സാധിക്കുന്നത് ഒരു ഡൈനാമിക് പവറിനെക്കാളും എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയർ, ഇന്ന് ലോകത്തിൽ കാണുന്ന എത്രയും വലിയ ശക്തിമത്തായ ഒരു മിസൈലിനെക്കാളും അല്ലെങ്കിൽ ഏറ്റവും ശക്തിമത്തായ ഒരു അനുഭവമാണ് ഈ അത്യന്ത ശക്തി എന്ന് പറയുന്ന വാക്കിന് പല ഭാഷാന്തരങ്ങളിൽ വിമർശനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ശക്തി പൗലോസിന്റെയും ശീലാസിന്റെയും മേൽ വ്യാപരിച്ചത് കൊണ്ട് ഈ പൗലോസും ശീലാസും കിടന്ന കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനത്തെ ഉടച്ചു കളയുവാനിടയായി. അവര് പ്രാർത്ഥിച്ച് പാടി സ്തുതിച്ചപ്പോൾ കൈകാലുകൾ ചലിക്കാൻ പറ്റാത്ത നിലവാരത്തിൽ, എല്ലാ തരത്തിലും ബലഹീനപ്പെട്ട അവസ്ഥയിൽ, വസ്ത്രമൊക്കെ പറിച്ചുരിഞ്ഞ് അടിച്ച് മുറിവേൽപ്പിക്കപ്പെട്ട അവസ്ഥയിൽ, ദേഹമാസവലം മുറിവേൽക്കപ്പെട്ട അവസ്ഥയിൽ അവരവിടെ കിടക്കുമ്പോഴും അവര് പ്രാർത്ഥിച്ച് പാടി സ്തുതിച്ചു. അവര് പ്രാർത്ഥിച്ച് പാടി സ്തുതിക്കുമ്പോൾ അവിടെ ആത്മാവിന്റെ വലിയ സാന്നിധ്യം ഇറങ്ങി വന്ന് ആ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനത്തെ ഇളക്കുവാനിടയായി തീർന്നു. ഞാൻ ചില വർഷങ്ങൾക്കും ഇംഗ്ലണ്ടിൽ ലണ്ടൻ ബ്രിഡ്ജിന്റെ അടുത്ത് അവിടെ പണ്ട് ഏതാണ്ടോ റോമ ഗവൺമെന്റ് പണിയപ്പെട്ട ഒരു ബിൽഡിങ്ങിന്റെ അവശിഷ്ടം ഞാൻ കാണുവാനിടയായി തീർന്നു. ഏതാണ്ട് ചുറ്റുകയും ഉളിയും വെച്ചടിച്ചാൽ പോലും അതിന്റെ ഒരു ചെറിയ കഷ്ണം ഇളക്കിയെടുക്കുക ഭയങ്കര കഷ്ടമാണ്. എന്ന് പറഞ്ഞാൽ അത്ര സ്ട്രോങ് ശക്തികളാണ് ആ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ അത്ര സ്ട്രോങ് ആണ്. എന്നാൽ ആ സ്ട്രോങ്ങിന് അപ്പുറമുള്ള ശക്തിയാണ് പൗലോസിന്റെയും ശീലാസിന്റെ മേൽ വ്യാപരിച്ചത്. അതാ പൗലോസ് പറഞ്ഞത് അത്യന്ത ശക്തിയാണ്, അത് ഡൈനാമിക് പവറാണ്, അതൊരു വലിയ സംഭവമാണ്. ഇതൊരു അത്യന്തമായ ശക്തിയാണ്. അതേ സർവശക്തനായ ദൈവത്തിന്റെ മുമ്പിൽ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മൾ കാണുന്ന, കേൾക്കുന്ന, അറിയുന്ന ഏതൊക്കെയോ നിലവാരത്തിലുള്ള ഒരാത്മാവിന്റെ സാന്നിധ്യത്തിൽ നമ്മൾ തീരരുത്. മനുഷ്യര് നിയന്ത്രിക്കുന്ന ഏതോ ഒരു ശക്തിയാൽ അവര് ഒരു ഇമോഷണൽ ഫീലിംഗാൽ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ നമ്മളെ ഭരിക്കുന്ന, നമ്മെ കൺട്രോൾ ചെയ്യുന്ന ഒരു അത്യന്തമായ ശക്തി നമ്മുടെ മേൽ വ്യാപരിക്കുന്നു എങ്കിൽ ഒരന്ധകാര ശക്തിക്കും ഒരു പൈശാചിക മണ്ഡലത്തിനും നിന്നെ തൊടുവാൻ കഴിയാതെ വണ്ണം അവ തകർക്കപ്പെട്ടു പോകത്തക്ക നിലവാരത്തിൽ അസാധാരണമായ ദൈവമഹത്വം വെളിപ്പെടുവാനിടയായിത്തീരും. ഞാൻ ഒത്തിരി രാജ്യങ്ങളിലും ഒത്തിരി സ്റ്റേറ്റുകളിലും ഒത്തിരി രാജ്യങ്ങളിലും എന്നെ കർത്താവ് കൊണ്ടുപോകുന്ന ശുശ്രൂഷകളിൽ ഒന്ന് ആ ദേശത്തെ ഭരിക്കുന്ന, അവിടുത്തെ കർത്താവ് സ്നേഹിക്കുന്നവരെ ബുദ്ധിമുട്ടിക്കുന്ന പൈശാചിക ഉറവിടങ്ങളിൽ വ്യാപരിക്കുന്ന അന്ധകാര ശക്തിയെ തകർക്കാൻ ആ സ്വർഗം എന്നെ പല സ്ഥലങ്ങളിൽ എന്നെ കർത്താവ് കൊണ്ടുപോകുന്നത്. ദൈവമക്കൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ മാത്രം പറയാം, അതിനപ്പുറത്തേക്ക് ഞാൻ പറയുന്നില്ല. അങ്ങനെയുള്ള
വർഷങ്ങളായിട്ടുള്ള പാരമ്പര്യമുള്ള ഈ പൈശാചിക ഇടങ്ങളിൽ വേഷം മാറിയും അല്ലാതെയും ഒക്കെ അവരിൽ ഒരുവനായിട്ട് അവിടെ കയറിക്കൂടുവാൻ സ്വർഗമിടയാക്കുമ്പോൾ 1000 വർഷം 2000 വർഷം അതിലുപരിയുള്ള പാരമ്പര്യമുള്ള ഈ പ്രത്യേക സ്ഥലങ്ങളിൽ നാസ്രയനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആ ദൈവശക്തിയുടെ അസാധാരണമായ ശക്തിയാൽ അവിടെ പ്രസംഗിക്കാതെ അല്ലെങ്കിൽ പോപ്പിശാലി എന്ന് പറയാതെ, അവിടെ ഒരാഡംബരവും കാണിക്കാതെ, അവിടെ ഒരു പ്രവൃത്തിയും ചെയ്യാതെ ആ പൈശാചിക വ്യാപാരങ്ങൾ ഭരിക്കുന്ന വ്യക്തികളെ വിട്ടും ആ പ്രത്യേക സ്ഥലം വിട്ടും അവ പ്രത്യക്ഷമായിട്ട് ഓടിപ്പോകുന്നത് കാണുവാൻ സ്വർഗം ഇടയാക്കാറുണ്ട്. ചില പ്രത്യേക സ്ഥലങ്ങളിൽ കടന്നു പോകുമ്പോൾ, ചില പ്രത്യേക ഫംഗ്ഷനുകൾ നടക്കുമ്പോൾ, അവിടെ പല വികൃതമായ നിലവാരത്തിൽ ഉള്ള ആചാര അനുഷ്ഠാനങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ ഭാഗത്ത് ചെല്ലുന്ന സമയത്ത് അവിടെ കർത്താവ് കൊണ്ടുപോകുന്നത് തന്നെ ആ ജനത്തെ തകർത്തു വെച്ചിരിക്കുന്ന അന്ധകാര മണ്ഡലങ്ങളെ തകർക്കാനാ സ്വർഗം കൊണ്ടുപോയത്. അവിടേക്ക് ചെല്ലുന്ന സമയത്ത് അവിടെ പ്രാർത്ഥനയില്ല, അവിടെ ഉപവാസമില്ല, അവിടെ ഏതാണ്ട് ശാസനയില്ല, അവിടെ വത്സനമില്ല, അവിടെ യാതൊരു വിധമായ കാര്യവുമില്ല. അവിടെ 100-500 ആൾക്കാരുണ്ടെങ്കിൽ അവരിൽ ഒരുവനെ പോലെ ആയിരിക്കും. എന്നെ പോലെ എത്രയോ പേരെ ദൈവം ഭൂമിയിൽ വെച്ചിട്ടുണ്ടെന്നേ. ആ നിലവാരത്തിലായിരിക്കുമ്പോൾ അവരെ ഭരിക്കുന്ന അന്ധകാര ശക്തി വിറച്ചുകൊണ്ട്, നിലവിളിച്ചുകൊണ്ട്, തകർന്നുകൊണ്ട് ഓടിപ്പോകുന്നത് അവിടെ ആയിരിക്കുന്ന നമ്മുടെ മഹിമ കണ്ടിട്ടല്ല, ഈ അത്യന്ത ശക്തിയുടെ വ്യാപാരം കൊണ്ടാ കടന്നു പോകുന്നത്. ഇന്ന് രാത്രി പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന ദൈവ മക്കളോടുള്ള ബന്ധത്തിൽ കർത്താവിന്റെ പ്രിയ ശുശ്രൂഷ ചെയ്യുന്ന പ്രിയ കർത്താവിന്റെ അഭിഷദാസി ഇന്ദുലേഖയോടുള്ള ബന്ധത്തിൽ, ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരോടുള്ള ബന്ധത്തിൽ കർത്താവ് പറയുകയാണ്, അത് ഇന്നത്തെ ദിവസം മുതൽ ഒരന്ധകാര ശക്തിയും മുൻപിൽ വന്ന് നിൽക്കാതെ വണ്ണം, അവ എന്തോ ഒരു കാര്യം കാട്ടിക്കൂട്ടാതെ വണ്ണം നിങ്ങൾ നോക്കുമ്പോൾ ഓടി പോകത്തക്ക നിലവാരത്തിൽ ഒരസാധാരണമായ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നത് ഈ അത്യന്ത ശക്തിയാൽ, ഈ അത്യന്ത സാന്നിധ്യത്താൽ ചില അന്ധകാരമാണ് തകർന്നു മാറാൻ പോകുകയാണ്. ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് അതേ പരസ്പരം പറഞ്ഞ് പരിഹാരമില്ലാത്ത വിഷയത്താൽ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചില പ്രിയപ്പെട്ടവർ ഇന്ന് രാത്രി മുതൽ നിങ്ങളുടെ അത്ഭുത സാക്ഷി പറയാൻ വേണ്ടി ഒരുങ്ങുകയാണ്. ചില ശാപത്തിന്റെ കെട്ടുകൾ അഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുകയാണ്, രോഗത്തിന്റെ കെട്ടുകൾ അഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുകയാണ്. കുടുംബത്തെ തകർത്തു വെച്ചിരിക്കുന്ന, ജീവിതത്തെ ഉടച്ച് തരിപ്പണമാക്കി വെച്ചിരിക്കുന്ന, ഭൗതിക മണ്ഡലത്തെ തകർത്തു വെച്ചിരിക്കുന്ന, ശരീരത്തെ തകർത്തു വെച്ചിരിക്കുന്ന, ബലഹീനത നിമിത്തം സ്നേഹിക്കുന്ന വ്യക്തി വിട്ടുപോകപ്പെട്ട നിലവാരത്തിലായിരിക്കുന്ന, പല പ്രശ്നങ്ങളിൽ തകർക്കപ്പെട്ടിരിക്കുന്ന ഓരോരുത്തരെയായി അവരെ ബുദ്ധിമുട്ടിക്കുന്ന പ്രശ്നത്തിന്റെ നടുവിൽ ഈ കർത്താവിന്റെ അസാധാരണ സാന്നിധ്യം ഇറങ്ങി അതിശയിപ്പിക്കുന്ന പ്രവൃത്തി ഇന്ന് രാത്രി വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കർത്താവിനെ അഭിമുഖമായി കാണിക്കുന്ന, മനുഷ്യരോട് പറഞ്ഞിട്ട് പരിഹാരമില്ല എന്ന് ചിന്തിച്ച് ഇന്ന് പരസ്യമായിട്ട് പോലും പറയാൻ പറ്റാതെ, സ്നേഹിക്കുന്നവരോട് പോലും പറയാൻ പറ്റാതെ വളരെ ഹൃദയം തകർക്കപ്പെട്ട നിലവാരത്തിൽ നിലവിളിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവർ ചിലര് ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കുകയാണ്. അവിടെ രോഗത്തിന്റെ കെട്ടുകൾ അഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുന്നു, അസ്വസ്ഥതകൾ വിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ചിലർ പൈശാചിക മണ്ഡലം ഇന്ന് രാത്രി കർത്താവിന്റെ മഹത്വമുള്ള നാമത്തിൽ അവ തകർന്നു മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു തരത്തിലും മുൻപോട്ട് വിടുകയില്ല, ഒരു തരത്തിലും അനുഗ്രഹം പ്രാപിക്കുവാൻ അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞ് അസ്വസ്ഥപ്പെടുത്തുന്ന കർത്താവിന്റെ പ്രിയമകളെ, നിന്റെ ജീവിതത്തിൽ, നിന്റെ കുടുംബത്തിന്റെ അകത്ത്, നിന്റെ ദൈവിക പദ്ധതിയോടുള്ള ബന്ധത്തിൽ തകർത്തു വെച്ചിരിക്കുന്ന ആ പൈശാചിക മണ്ഡലങ്ങളുണ്ടല്ലോ, ഇന്ന് രാത്രി ഇപ്പോൾ കർത്താവിന്റെ മഹത്വമുള്ള നാമത്തിൽ അത് തകർന്നു മാറുന്ന കാഴ്ച ഞാൻ വളരെ കൃത്യമായി കാണുകയാണ്. ആയിരിക്കുന്ന ഇടത്ത്, ആയിരിക്കുന്ന ദേശത്ത് പ്രാർത്ഥിച്ച 100 കണക്കിന് കുടുംബങ്ങൾക്ക്, അനേക വ്യക്തികൾക്ക്, ആയിരക്കണക്കിന് വ്യക്തികൾക്ക് നീ ഒരു അത്ഭുത വിഷയമായി തീരുമെന്ന് ഒരു മനുഷ്യരല്ല പറഞ്ഞത്, കർത്താവ് നേരിട്ട് പറഞ്ഞു. അത് കേട്ട് ഏറ്റെടുത്ത് ജീവിക്കുവാൻ തുടങ്ങിയ ദൈവത്തിന്റെ പൈതലെ, നിന്നെ തകർത്തു വെച്ചിരിക്കുന്ന
ഒരു പൈശാചിക മണ്ഡലമുണ്ടല്ലോ, നിന്നെ തടയുന്ന ഒരു അന്ധകാര മണ്ഡലമുണ്ടല്ലോ, ഇപ്പോൾ കർത്താവിന്റെ സാന്നിധ്യം വെളിപ്പെട്ട് അവ തകർന്നു മാറുന്ന കാഴ്ച വ്യക്തമായി കാണുന്നു. അപ്പോൾ ചോദിക്കും, എങ്ങനെയാണ് തകർന്നു മാറുന്നത്? ഇതാ കൈകാലുകൾ ആമത്തിലിട്ട് പൂട്ടപ്പെട്ട അവൻ പൗലോസിനെയും ശീലാസിനെയും ആമേ സ്തോത്രം പ്രാർത്ഥിച്ച് പാടി സ്തുതിച്ചതേ ഉള്ളൂ. അവിടെ വലിയ ആഡംബരമൊന്നും കാണിച്ചില്ല. കൂടെയുള്ളവർ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. അവരെ അവിടെ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ, അവരെ അവിടെ നിന്ന് വിടുവിക്കുവാൻ, അതിന്റെ അകത്തളത്തിൽ അവിടേക്ക് വെളിപ്പെട്ട അതേ ശക്തമേറിയ സാന്നിധ്യം നീ ആയിരിക്കുന്ന ഇടത്ത്, നിന്നെ സ്തോത്രം ഒതുക്കുന്ന മണ്ഡലത്തില് തകർത്തു വെച്ചിരിക്കുന്ന ഇടത്ത് ഒരു വലിയൊരു ഭൂകമ്പം പോലെ ദൈവത്തിന്റെ ശക്തി വെളിപ്പെട്ട് ഒരു അസാധാരണ മഹത്വം വെളിപ്പെടുകയാണ്. ഈ പ്ലാറ്റ്ഫോമിൽ ആയിരിക്കുന്ന പല പ്രിയപ്പെട്ടവർ സ്തോത്രം അവരായിരിക്കുന്നിടത്ത് തന്നെ ഈ ആത്മസാന്നിധ്യം അനുഭവിച്ചറിയുന്നുണ്ട്. ചില ബന്ധനങ്ങൾ അഴിഞ്ഞു മാറുന്നുണ്ട്, ചില ശാപങ്ങൾ വിട്ടു മാറുന്നുണ്ട്, ചില അസ്വസ്ഥകൾ വിട്ടു മാറുന്നുണ്ട്, വർഷങ്ങളെ പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുന്നുണ്ട്. ഒരു അതിശയിപ്പിക്കുന്ന ദൈവത്തിന്റെ മഹത്വം ഇന്ന് രാത്രി വളരെ വിശേഷ മഹത്വമായി വെളിപ്പെടുന്ന കാഴ്ച ഞാൻ ലൈവായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കാത്തിരിക്കേണ്ട, നാളേക്ക് വേണ്ടി പ്രതീക്ഷയോടെ ഇരിക്കേണ്ട, ഇപ്പോൾ തന്നെ ഈ സമയം തന്നെ ഒരു അസാധാരണ മാറ്റം സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ആരോടാണോ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞത് അവരോട് തന്നെ വിളിച്ചു പറയാൻ പോകുകയാണ്. അതേ ചേച്ചി, അല്ലെങ്കിൽ അതേ കർത്താവിന്റെ അഭിഷിദാസനെ പ്രിയപ്പെട്ട സഹോദര സഹോദരി സ്വന്തം ബന്ധങ്ങൾ പറയാൻ പോവുക. ആ ദൈവത്തിന്റെ ദൂത് കേട്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ എന്നെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരുന്ന ചില അസ്വസ്ഥതകളുണ്ടല്ലോ, അത് എന്നെ വിട്ട് മാറിപ്പോയി. ഇതുവരെ പ്രാപിക്കുവാൻ കഴിയാത്തതൊന്ന് എന്റെ ജീവിതത്തിൽ സാധ്യമായി വന്നു. അങ്ങനെ പറഞ്ഞു കേൾപ്പാൻ പോകുകയാണ്. ഈ പ്ലാറ്റ്ഫോമിലുള്ളവർ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നവരാണ്, വിഷയങ്ങൾക്ക് വേണ്ടി കരയുന്നവരാണ്. ഇതാ നിങ്ങൾ അത്ഭുതങ്ങളെ കണ്ടു തുടങ്ങുന്നു, അതിശയങ്ങളെ കണ്ടു തുടങ്ങുന്നു. പ്രതീക്ഷിക്കാതെ അതിശയിപ്പിക്കുന്ന കാര്യങ്ങൾ സാധ്യമായി വരുന്നു. കർത്താവിനെ അങ്ങനെ പ്രദർശിപ്പിക്കുകയാണ്. ഉറപ്പായിട്ടും ഇവിടെ പറയുകയാണ്, എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, അത് ദൈവത്തിന്റെ ദാനമത്ര എന്ന് പറയേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാണ് ഉള്ളത് എന്ന് പറയുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. യേശു കർത്താവ് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ വലിയൊരു കൂട്ടം പേര് യേശുവിന്റെ അടുക്കൽ കടന്നു വന്നു. എല്ലാ സമയവും ഒരുപാട് പേര് അത്ഭുതങ്ങളെ കാണാൻ വേണ്ടി കൂടെയുണ്ട്. പലരും വിശ്വാസമില്ലാത്തവരായി കൂടെയുണ്ട്. കർത്താവിന് പലതും പ്രാപിക്കുവാൻ കഴിയാത്ത മാനസിക അവസ്ഥയിൽ കൂടെയുണ്ട്. യേശു കർത്താവ് ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടുകൊണ്ട് നടക്കുന്ന വലിയൊരു കൂട്ടം പേരുണ്ട്. ഇങ്ങനെ പല നിലവാരത്തിലായിരുന്നു യേശു കർത്താവിന്റെ കൂടെ ഉള്ളത്. എന്നാൽ ഒരു വ്യക്തിക്ക് ഒരു ചിന്ത വന്നു, എനിക്ക് യേശുവിന്റെ ശക്തി അത്യാവശ്യമുണ്ട്. നീ ശക്തിക്ക് വില കൽപ്പിക്കാത്തൊരു സമൂഹത്തിന് നടുവിലായിരിക്കാം ആഗ്രഹിക്കുന്നത്. വെറും ഒരു ഇമോഷണൽ ഫീലിംഗ് മാത്രം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്രിസ്ത്യാനിയുടെ മുമ്പിലായിരിക്കാം ആയിരിക്കുന്നത്. എന്തൊക്കെയോ പറഞ്ഞിട്ടൊന്നും സംഭവിക്കാത്ത വ്യക്തികളോട് കൂടെ ആയിരിക്കാം ആയിരിക്കുന്നത്. എന്നാൽ ഇന്ന് രാത്രി ഒരു വേർപെട്ട വിശ്വാസം, ഞാനായിരിക്കുന്ന 50 പേരുടെ നടുവിൽ, ഞാനായിരിക്കുന്ന 5 പേരുടെ നടുവിൽ, ഞാനായിരിക്കുന്ന 500 പേരുടെ നടുവിൽ, ഞാൻ കാണുന്ന 1000ങ്ങളുടെ നടുവിൽ എനിക്കൊരു വ്യത്യസ്ത അനുഭവം യേശുവിൽ നിന്ന് വേണമെന്ന് ചിന്തിച്ചാൽ ആ വ്യക്തിക്ക് വേണ്ടി ഒരു അസാധാരണമായ ദൈവശക്തി പുറപ്പെടുവാനിടയായി തീരും. യേശു കർത്താവ് തന്നെ പറയുന്ന ഒരാശയത്തിലേക്ക് പരിശുദ്ധാത്മാവ് എന്നെ പ്രദർശിപ്പിക്കുന്നു. ലൂക്കോസ് വിശേഷം 8-ാം അധ്യായം അതിന് 46-ാം വാക്യം. യേശുവോ ഒരാൾ എന്നെ തൊട്ടു, എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടത് ഞാൻ അറിഞ്ഞു എന്ന് പറഞ്ഞു. ഒരു വലിയ പുരുഷാരമാണ് യേശുവിന്റെ കൂടെ ഉള്ളത്. ആയിരക്കണക്കിന് വ്യക്തികളാണ് കൂടെയുള്ളത്. കാരണം അന്ന് വരെ ലോകത്തിൽ സംഭവിക്കാത്ത മഹാസംഭവങ്ങളാണ് കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിശയിപ്പിക്കുന്ന പ്രവൃത്തികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അസാധാരണമായ വിടുതലുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അതിശയിപ്പിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുമ്പോൾ, അത്ഭുതങ്ങളും അതിശയങ്ങളും നടന്നുകൊണ്ടിരിക്കുമ്പോൾ, ഇതാ യേശു കർത്താവ് പറയുന്നു, എന്നെ ഒരാൾ തൊട്ടു. കൂടെ നടക്കുന്നവർക്ക് യേശുവിനോട് ആക്ഷേപമായി ചോദിക്കുകയാണ്, കർത്താവേ, ഇത്രയും പേര് ഇങ്ങനെ തിക്കിത്തിരക്കി നടക്കുമ്പോൾ തൊട്ടു എന്ന് നീ പറയുന്നത് എന്താണ് ഒരാൾ തൊട്ടു എന്ന് പറയുന്ന അത്ര വിശേഷത? അപ്പോൾ യേശു പറയുന്നു, ഒരു സമൂഹം എന്റെ കൂടെ ഉണ്ട്, ശരിയാണ്. പക്ഷേ ആവശ്യബോധത്തോടെ എന്നെ ഒരാൾ തൊട്ടു. ശക്തി
എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടത് ഞാൻ അറിഞ്ഞു. ഇന്ന് രാത്രി ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരായ നമ്മൾ സാധാരണ ക്രിസ്ത്യാനികളെ പോലെ, സാധാരണ വിശ്വാസികളെ പോലെ, സാധാരണ ആൾക്കാരെ പോലെ പല രീതിയിൽ നമുക്ക് ജീവിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. എന്നാൽ നാം ഓരോരുത്തരും യേശു ക്രിസ്തു പറഞ്ഞ എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടത് ഞാൻ അറിഞ്ഞു എന്ന് പറയത്തക്ക നിലവാരത്തിൽ ഒരു അസാധാരണമായ അനുഭവത്തോടെ അവൻ അസാധാരണമായ ഒരു അനുഭവത്തോടെ അതിര് കടഞ്ഞ ഒരു വിശ്വാസത്തോടെ യേശു കർത്താവ് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ജാതികളുടെ വിശ്വാസത്തെ കർത്താവ് കൂടുതൽ പുകഴ്ത്തുവാനിടയായിട്ടു. ഒരിക്കൽ ശതാധിപന്റെ വിശ്വാസത്തെ കർത്താവ് വളരെ പുകഴ്ത്തി പറഞ്ഞു, ഇസ്രായേലിൽ പോലും ഞാൻ ഇത്രയും വലിയ വിശ്വാസത്തെ കണ്ടിട്ടില്ല. കർത്താവിന്റെ സ്വന്തം ജനത്തിന്റെ ഇടയിൽ പോലും ഇത്രയും വലിയ വിശ്വാസം കണ്ടിട്ടില്ല. ആ വലിയ വിശ്വാസമുള്ളവന് കർത്താവ് കൊടുത്ത അധികാരം എന്ന് ചോദിച്ചാൽ, നീ വിശ്വസിച്ചതുപോലെ നടക്കട്ടെ, നിന്റെ ആഗ്രഹം പോലെ നടക്കട്ടെ എന്നാ പറഞ്ഞു. അതുപോലെ ഒരു സുരേന്ദ്രക്കാര് കനാന്യ സ്ത്രീ കടന്നു വന്നു. അവിടെ മകളുടെ ഭൂതോദ്രവം മാറാൻ വേണ്ടി വിശ്വസിച്ചു കൊണ്ടുവന്നു. യേശു എങ്ങനെ മാറ്റുവാൻ ശ്രമിച്ചിട്ട് മാറുവാൻ അവൾ തയ്യാറല്ല. അവളുടെ വിശ്വാസത്തെ കണ്ട് യേശു ആശ്ചര്യപ്പെട്ട് പറഞ്ഞു, സ്ത്രീയെ, നിന്റെ വിശ്വാസം വേലിയല്ല. കർത്താവിന്റെ കൂടെ ഉണ്ടായിരുന്ന ആർക്കുമില്ലാത്ത വിശ്വാസം ജാതികൾക്കുണ്ടായിരുന്നത് കൊണ്ട് കർത്താവിന്റെ കൂടെ ഉള്ളവർ പ്രാപിച്ചതിനേക്കാളും വലുതാണ് അവര് പ്രാപിച്ചത്. അവർക്ക് കൊടുത്ത വാഗ്ദത്തം ഇങ്ങനെയാണ്, നീ എന്താണോ വിശ്വസിക്കുന്നത് അതുപോലെ ആകട്ടെ. ആ വിടുതൽ മാത്രമല്ല, അതിനപ്പുറം എന്തെങ്കിലും വിശ്വസിച്ചെങ്കിലും അത് സാധ്യമായി വരുമായിരുന്നു. അവരുടെ വലിയ വിശ്വാസത്തിന്റെ മുമ്പിൽ, യേശുവിനെ ആശ്ചര്യപ്പെടുത്തിയ വിശ്വാസത്തിന്റെ മുൻപിൽ അസാധാരണമായ അത്ഭുതം അവര് വിശ്വസിച്ചതുപോലെ ആകട്ടെ എന്ന് പ്രഖ്യാപിച്ചു കൊടുത്തു. അങ്ങനെ അത്ഭുതം കാണുമാറാക്കിയ കർത്താവ് നാളിതുവരെ ഇല്ലാത്ത വിശ്വാസത്തെ നമ്മിൽ വളർത്തിയിട്ട്, നമ്മളിൽ വലുതാക്കിയിട്ട് അസാധാരണമായ കാര്യങ്ങളെ സ്വർഗം ചെയ്യാൻ പോകുകയാണ്. ഇന്ന് രാത്രി നാം എത്രയോ ആയിരങ്ങളെ കാണുന്നുണ്ടാവാം. അതൊന്നും എന്റെ വിഷയമല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചിന്തിക്കുന്നത് എപ്പോഴും ഇങ്ങനെയാണ്, കർത്താവേ, അങ്ങയുടെ ശക്തി എനിക്ക് അത് അനുഭവിച്ചറിയണം. അതുകൊണ്ടായിരിക്കാം എന്റെ ലോക ജീവിത തുടക്കം മുതൽ നാളിതുവരെ അധികം വാക്കുകൊണ്ടല്ല, പ്രവൃത്തി കൊണ്ട് അസാധാരണ കാര്യങ്ങൾ കാണുവാൻ ഇടയായി തീരുന്നത്. അനേക പൈശാചിക മണ്ഡലങ്ങളിലൂടെയാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. അനേക പൈശാചിക ശക്തിയുള്ള ഉറവിടങ്ങളിലൂടെ, അങ്ങനെയുള്ള ഇടങ്ങളിലൂടെയാണ് ഒരുപാട് ഞാൻ വണ്ടിയിലും അല്ലാതെയും യാത്ര ചെയ്യുന്നത്. അവിടെയൊന്നും അധികം പ്രസംഗിക്കേണ്ടി വരാറില്ല, അവിടെ ആർക്കും വേണ്ടി പ്രാർത്ഥിക്കേണ്ടി വരാറില്ല, അവിടെ ആരോടും ഉപദേശം പറയേണ്ടി വരാറില്ല, അവിടെ ആരോടും ബോബിഷ എന്ന് പറയേണ്ട ആവശ്യം വരാറില്ല. ചുമ്മാതെ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ആ ദേശത്തൂടെ, ആ പട്ടണത്തിലൂടെ, ആ വ്യക്തിയുടെ അടുക്കൽ കൂടെ, അല്ലെങ്കിൽ ആ കൺവെൻഷൻ സ്ഥലങ്ങളിലൂടെ, ആ പല പ്രദേശങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവർ തന്നെ കൃത്യമായി പറഞ്ഞു കേൾക്കുന്ന ഒരുപാട് അത്ഭുതങ്ങളെ കുറിച്ച് എനിക്കറിയാം. ആ വലിയ വിശേഷ കാര്യങ്ങളൊന്നും പറഞ്ഞ് സ്തോത്രം ഞാന് എന്തോ ആണെന്ന് കാണിക്കാനൊന്നും ശ്രമിക്കുന്നില്ല. ഒരു കാര്യം വ്യക്തമായി പറയാം, ഈ അത്യന്ത ശക്തി നിന്റെ മേൽ വ്യാപരിക്കുന്നു എങ്കിൽ ആയിരിക്കുന്ന ഏത് മണ്ഡലത്തിലും ഒരു അന്ധകാര ശക്തിയും തൊടത്തില്ല, ഒരു പൈശാചിക വ്യാപാരങ്ങൾ ഒതുക്കത്തില്ല. നീ ആഗ്രഹിക്കുന്നതിനപ്പുറം ഒരു പിശാചികൾക്കോട് പ്രവർത്തിക്കുവാൻ സാധ്യമല്ല. അതാണ് കർത്താവിന്റെ രാത്രി കൃത്യമായി പറയുന്നത്. നാളിതുവരെ സംഭവിക്കാത്ത കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു, നാളിതുവരെ ലഭിക്കാത്ത കാര്യങ്ങൾ ലഭിക്കുവാൻ പോകുന്നു. എങ്ങനെയാണ് ഈ കർത്താവിന്റെ അത്യന്ത ശക്തിയാൽ അങ്ങനെ സംഭവിക്കുവാൻ പോകുന്നത്? നിന്നെ ഉറപ്പിക്കില്ല എന്ന് പിശാച് വെല്ലുവിളിക്കുന്ന പട്ടണത്തിന്റെ നടുവിൽ അസാധാരണ മഹത്വമായിട്ട് സ്വർഗം ഉറപ്പിക്കാൻ പോകുകയാണ്. നിന്നെ തകർക്കുമെന്ന് വെല്ലുവിളിക്കുന്ന അന്ധകാര ശക്തികൾ അത് തകർന്നു മാറുവാൻ പോകുകയാണ്. നന്മ തരികയില്ല എന്ന് വെല്ലുവിളിക്കുന്ന പൈശാചിക വ്യാപാരങ്ങൾ ഇന്ന് രാത്രി സ്വർഗം അതിനെ തകർത്തു മാറ്റി ഒരു വലിയ അനുഗ്രഹമാക്കി തീർക്കുവാൻ പോകുകയാണ്. വർഷങ്ങളായി വിശുദ്ധന്മാരാൽ, വിശുദ്ധമതികളാൽ ലഭിക്കപ്പെട്ട വാഗ്ദത്തങ്ങൾ നേടിയെടുക്കുവാൻ കഴിയാതെ പിശാച് ഒതുക്കി വെച്ചിരിക്കുന്ന മണ്ഡലങ്ങളിൽ നിന്ന് ഇന്ന് രാത്രി സ്വർഗം നേരിട്ട് ഇറങ്ങി വന്ന് തന്റെ ശക്തിയാൽ അത്ഭുതങ്ങൾ ചെയ്യാൻ തുടങ്ങുകയാണ്. കർത്താവിന്റെ വലിയ മഹത്വം ഇന്ന് രാത്രി വെളിപ്പെടുന്നു.
അതിശയിപ്പിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കുന്നു. ഈ പ്ലാറ്റ്ഫോമിൽ കുറച്ചുപേരെ ഉള്ളുവെങ്കിലും നൂറുകണക്കിന് വിഷയങ്ങൾക്ക് പരിഹാരം വേണ്ടത് അത്യാവശ്യമെന്ന് ആത്മാവിനാൽ ഞാൻ കണ്ടുകൊണ്ടേയിരിക്കുന്നു. വിഷയങ്ങൾ 1, 2, 3 എന്ന് എണ്ണി എണ്ണി ഓരോരുത്തരുടെയും ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുവാൻ പോവുകയാണ്. ഞാൻ 10, 500, 1000 അതുപോലെ വലിയൊരു കൂട്ടത്തിന് നടുവിലായിരിക്കുമ്പോൾ കാണുന്ന വിഷയങ്ങൾ പോലെ ചുരുക്കം പേരാണെങ്കിലും അവിടെ നടുവിൽ വലിയ വിഷയങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇന്ന് രാത്രി എന്റെ കർത്താവ് കൃത്യമായി പറയുന്നു, വ്യക്തമായി പറയുന്നു, എണ്ണി എണ്ണി വിഷയത്തിന് 1, 2, 3 എന്ന് എണ്ണി എണ്ണി അതിന് പരിഹാരം തരാൻ പോവുക. ഈ ഒരു ഡയറി മാറ്റി വെച്ചോ. എന്തിനാണെന്നറിയാവോ? ഈ 2025 അവസാനിക്കുമ്പോൾ അത്ഭുതങ്ങളെ കുറിച്ച് വായിച്ച് അത്ഭുതപ്പെടേണ്ടതിന് വേണ്ടി ഇതാ ഒരത്ഭുതം ഇങ്ങനെ സംഭവിച്ചു, ഒരടയാളം ഇങ്ങനെ സംഭവിച്ചു, ഒരു വിടുതൽ ഇങ്ങനെ സംഭവിച്ചു. നാളിതുവരെ കരഞ്ഞ നീ ഒരു ഡയറി മേടിച്ചോ. ഇന്നത്തെ രാത്രി മുതൽ എന്റെ കണ്ണുനീർ തുടയ്ക്കപ്പെട്ടു, എന്റെ വേദന മാറ്റപ്പെട്ടു, എന്റെ സങ്കടം മാറ്റപ്പെട്ടു, എനിക്ക് വസ്തു ലഭിക്കുവാനിടയായി, എനിക്ക് വീട് ലഭിക്കുവാനിടയായി, ഞാൻ അലഞ്ഞോണ്ടിരുന്ന അവസ്ഥയിൽ നിന്ന് മാറ്റം സംഭവിച്ചു, ഞാൻ ആയിരിക്കുന്ന ഇടത്ത് ആരാധന സ്റ്റാർട്ട് ചെയ്തു, ഒരു അസാധാരണ ദൈവപ്രവൃത്തി സാധ്യമായി വന്നു, ഒരു അസാധാരണ കാര്യങ്ങൾ സംഭവിച്ചു, ആത്മീയ മക്കളായിട്ട് വലിയൊരു കൂട്ടം പേരെ കർത്താവ് തന്നു, അതിശയിപ്പിക്കുന്ന കാര്യങ്ങൾ സംഭവിച്ചു, എന്റെ രോഗത്തിന്റെ കെട്ടഴിഞ്ഞു മാറി, എന്റെ തലമുറയുടെ ശാപം വിട്ടു മാറിപ്പോയി, ഒരു വലിയ അനുഗ്രഹം സാധ്യമായി. നാളിതുവരെ കേൾക്കപ്പെട്ട വാഗ്ദത്തങ്ങൾ 1, 2, 3 എന്ന് നിറവേറി എന്നൊക്കെ പോയിന്റ് 1, 2, 3 എന്ന് എഴുതുവാൻ ഒരു ഡയറി കരസ്ഥമാക്കിക്കോളും, ഉണ്ടെങ്കിൽ എഴുതി തുടങ്ങിക്കോളും. ഇന്നത്തെ ദിവസം മുതൽ നീ അത്ഭുതങ്ങളെ കുറിച്ച് മാത്രം എഴുതാൻ പോകുന്നു. നിലവിളിയെ കുറിച്ചല്ല, സങ്കടത്തെ കുറിച്ചല്ല, വേദനയെ കുറിച്ചല്ല, നിരാശയെ കുറിച്ചല്ല, ആവലാതിയെ കുറിച്ചല്ല, അവിടെ ഇവിടെ നടന്ന ഏതോ കാര്യങ്ങളെ കുറിച്ചല്ല. നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ നിന്നിലൂടെ, നിനക്ക് വേണ്ടി നിന്നിലൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചത് അത് എഴുതുവാൻ സ്വർഗ്ഗം ഇടയാക്കി തീർക്കുവാൻ പോകുകയാണ്. ഞാൻ നിങ്ങളെ വളരെയധികമായി ബഹുമാനിക്കുന്നു, സ്നേഹിക്കുന്നു. ഉറപ്പായിട്ടും ഒരു അസാധാരണ കാര്യം സംഭവിക്കുവാൻ പോകുന്നു. അതിശയിപ്പിക്കുന്ന ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുവാൻ തുടങ്ങുന്നു. അതിശയിപ്പിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കുവാൻ തുടങ്ങുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു അതിശയിപ്പിക്കുന്ന ദൈവ പ്രവർത്തിക്ക് ഇന്ന് രാത്രി സ്വർഗ്ഗം അവിടെ ഇടയാക്കി തീർക്കുവാൻ പോകുകയാണ്. യേശു കർത്താവ് പറഞ്ഞു, എന്നെ ഒരാളിനെ തൊട്ടു, എങ്കത് ശക്തി പുറപ്പെട്ടത് ഞാൻ അറിഞ്ഞു. രാത്രി അരികത്ത് നിൽക്കുന്ന യേശു പറയണം, എന്റെ മകളെ നീ എന്നെ തൊട്ടു, എന്റെ മകനെ നീ എന്നെ തൊട്ടു. ഹല്ലേലൂയ. എന്നിട്ട് നാം പോയി പറയണം, യേശു എന്നെ തൊട്ടു, യേശു എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്തു, അവന്റെ ശക്തി എന്റെ മേൽ ആവസിച്ചു. ഹല്ലേലൂയ. അവളുടെ മേൽ വ്യാപരിച്ച ആ പ്രത്യേക രോഗത്തെ തകർക്കുവാൻ യേശുവിന്റെ ശക്തിക്ക് കഴിഞ്ഞു. അതൊരു ബാധയായിരിക്കാം, അതൊരു മറ്റൊരു രോഗമായിരിക്കാം, അല്ലെങ്കിൽ അത് വേറൊരു നിലവിലൊരു വൈകല്യമായിരിക്കാം. പക്ഷെ യേശുവിന്റെ ശക്തി പുറപ്പെട്ടപ്പോൾ, യേശുവിന്റെ ശക്തി അവിടെ മേൽ ആവസിച്ചപ്പോൾ ബലഹീനത വിട്ട് മാറിപ്പോയി. ഇന്ന് രാത്രി നമ്മുടെ ജഡത്തിനുണ്ടാകുന്ന വൈകല്യങ്ങളെ മാറ്റുവാൻ ഒരു മരുന്നിനും ഒരു ഡോക്ടർക്കും ഒന്നിനും സാധ്യമല്ല, സാധ്യമല്ല, സാധ്യമല്ല. അവരൊക്കെ നമ്മളെ പോലെയുള്ളവർ മാത്രമാണ്. ആ ഡോക്ടർമാര് മരിക്കുന്നു, നമ്മുടെ പ്രിയപ്പെട്ടവർ മരിക്കുന്നു, നമ്മൾ മരിക്കേണ്ടതായിട്ട് വരും. അങ്ങനെയാണെങ്കിൽ ജീവിപ്പിക്കുവാൻ നാളിതുവരെ ഭൂമിയിൽ ആര് എന്തോ കണ്ടുപിടിച്ചു? ഒന്നുമേ കണ്ടുപിടിച്ചില്ല. എന്നാൽ ഈ മനുഷ്യനെ ഉണ്ടാക്കിയ സർവശക്തനായ ദൈവത്തിൽ ആശ്രയിക്കുവാൻ കഴിഞ്ഞാൽ ഏത് നിലവാരത്തിലുള്ള വൈകല്യമാണെങ്കിലും വിട്ടുമാറിപ്പോകും. ഇന്ന് രാത്രി പ്ലാറ്റ്ഫോമിലായിരിക്കുന്നവർ, ശാരീരികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, അവരെ ഭരിക്കുന്ന രോഗത്തിന്റെ ശക്തി ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ വിട്ട് മാറിപ്പോകുന്ന കാഴ്ച വ്യക്തമായി ഞാൻ കാണും. ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന പല പ്രിയപ്പെട്ടവരെ ഞാൻ കുറച്ചു പേരായോണ്ട് ഇതിനകത്ത് ഈ പേരൊക്കെ എഴുതി കാണിക്കുന്നതുകൊണ്ട് പേര് പറയാൻ എനിക്ക് ബുദ്ധിമുട്ട് തോന്നുകയാണ്. ഇതിൽ പേരൊന്നും എഴുതി കാണിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ കൃത്യമായിട്ട് പേര് പറഞ്ഞേനെ. അപ്പോ പേര് എഴുതിയിരിക്കുന്നത് കൊണ്ട് എനിക്കൊന്നും പേര് പറയാൻ ബുദ്ധിമുട്ടായിരിക്കുന്നു. ഞാൻ വ്യക്തിപരമായി പറയാം. ഞാൻ കൃത്യതയോടെ പറയാം. നിങ്ങളെ ഭരിക്കുന്ന അസ്വസ്ഥതയുടെ ചില ബലഹീന, ചില രോഗങ്ങൾ, ചില ക്ഷീണങ്ങൾ, ചില അസ്വസ്ഥതകൾ, ചില പൈശാചിക ബുദ്ധിമുട്ടുകൾ, മറ്റുവിധമായ അറ്റാക്കിങ്ങൾ, ബലഹീനതകൾ ഇന്ന് രാത്രി കർത്താവിന് ശക്തി പുറപ്പെട്ട് ഒരു വലിയ അത്ഭുതം സംഭവിക്കുകയാണ്. ഒരു അസാധാരണമായ ദൈവപ്രവൃത്തി സാധ്യമായി വരുന്നു. വേഗത്തിൽ തന്നെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞാൻ ദൈവകൃപയിൽ ശരണപ്പെടാൻ പോവുകയാണ്.
ലൂക്കോസ് സുവിശേഷം 5-ാം അധ്യായം 17 അവിടെ യേശു കർത്താവ് അവിടെ പറയുന്നു, അവൻ ഒരു ദിവസം ഉപദേശിക്കുമ്പോൾ ഗലീലയിലും യഹൂദയിലുമുള്ള സകല ഗ്രാമങ്ങളിൽ നിന്നും യെരൂശലേമിൽ നിന്നും വന്ന പരീശന്മാരും ന്യായശാസ്ത്രിമാരും അവിടെ ഇരുന്നിരുന്നു. അവിടെ പറയുന്നു, സൗഖ്യമാക്കുവാൻ കർത്താവിന്റെ ശക്തി അവന്റെ കൂടെ ഉണ്ടായിരുന്നു. സൗഖ്യമാക്കുവാൻ കർത്താവിന്റെ ശക്തി അവന്റെ കൂടെ ഉണ്ടായിരുന്നു. സങ്കീർത്തനം 29:11 ശ്രദ്ധിച്ചു നോക്കൂ. അവിടെ പറയുന്നു, യഹോവ തന്റെ ജനത്തിന് ശക്തി നൽകും. യഹോവ തന്റെ ജനത്തിന് ശക്തി നൽകും. യഹോവ തന്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കും. ഇന്ന് രാത്രി അങ്ങനെ സംഭവിക്കും. ഒരു അസാധാരണമായ പ്രവൃത്തി സാധ്യമായി വരുവാൻ പോകുന്നു. ആദ്യം അവിടെ അനുഗ്രഹമാണ്. അവിടെ പറയുന്ന ആദ്യം ശക്തിയാണ്, പിന്നീടാണ് അനുഗ്രഹം. ഒരിക്കലും അനുഗ്രഹം പ്രാപിച്ചുകൊണ്ട് ശക്തി പ്രാപിക്കുന്നത് വലിയ സംഭവമായിട്ട് നിൽക്കാൻ പറ്റത്തില്ല. എന്നാൽ ശക്തി പ്രാപിച്ചുകൊണ്ട് അനുഗ്രഹം പ്രാപിച്ചാൽ ആമേൻ സമാധാനത്തിൽ ജീവിക്കുവാൻ സാധിക്കും. യഹോവ തന്റെ ജനത്തിന് ആദ്യം ശക്തി നൽകും. യഹോവ തന്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കും. ആമേൻ അനുഗ്രഹവുമുണ്ട്, ആമേൻ സമാധാനിക്കുന്ന കുറവുണ്ടായിരിക്കും. എന്നാൽ കർത്താവിന്റെ ശക്തിയും സമാധാനവും അനുഗ്രഹവും കർത്താവ് നൽകി തരുന്നു. 2 ശമൂവേലിന്റെ പുസ്തകം 22:40 ഇപ്രകാരം വായിക്കുന്നു, യുദ്ധത്തിനായി നീ എന്റെ അരയ്ക്ക് ശക്തി കെട്ടിയിരിക്കുന്നു, എന്നോട് എതിർത്തവരെ നീ കീഴടക്കിയിരിക്കുന്നു എന്നാണ്. അതുപോലെ തന്നെ ആമേ സ്തോത്രം വളരെ കൃത്യമായി പരിശുദ്ധമായി പറയുന്നു. അതെ, ശക്തി അവങ്കിൽ നിന്ന് പുറപ്പെട്ടു, എല്ലാവരെയും സൗഖ്യമാക്കിക്കൊണ്ട് എല്ലാവരും അവനെ തൊടുവാൻ ശ്രമിച്ചു. അത്ഭുതങ്ങളെ കുറിച്ച് പരിശുദ്ധാത്മാവ് പ്രദർശിപ്പിക്കുന്ന ചില കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ ഒരുമിച്ച് വേഗത്തിൽ പ്രാർത്ഥിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 5:12 അപ്പോസ്തലന്മാരുടെ കയ്യാൽ ജനത്തിന്റെ ഇടയിൽ ആമേ പല അടയാളങ്ങളും അത്ഭുതങ്ങളും നടന്നു. ആമേ അവർ എല്ലാവരും ഏക മനസ്സോടെ ശലോമോന്റെ മണ്ഡപത്തിൽ ഒരുമിച്ച് കൂടുവാനിടയായി. അതുപോലെ അപ്പോസ്തല പ്രവൃത്തി 6:8 അവിടെ വായിക്കുന്നത്, ആമേ ശുശ്രൂഷക്കാരിലൂടെയല്ല, അപ്പോസ്തലന്മാരിലൂടെയല്ല, ദേശമേൽ ശുശ്രൂഷിപ്പം തിരഞ്ഞെടുക്കപ്പെട്ട ആമേൻ 7 പേരിൽ ഒരുവനായ സ്തേഫാനോസ്. അവിടെ പറയുന്നു, ആമേൻ അപ്പോസ്തല പ്രവൃത്തി 6:8 അനന്തരം സ്തേഫാനോസ് അവൻ കൃപയും ശക്തിയും നിറഞ്ഞവനായി ജനത്തിനിടയിൽ അനേക അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു എന്നാണ്. അതുപോലെ അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം 4 മുതൽ 8 വരെ വാക്യങ്ങൾ വായിച്ചാൽ ആമേൻ അതിലൊരുവനാണ് ഫിലിപ്പോസ്. ആ ഫിലിപ്പോസ് നിമിത്തം ശമരിയ പട്ടണം സന്തോഷിച്ചു. ഉറപ്പായിട്ടും ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരായ നിങ്ങൾ നിമിത്തം അനേകം വ്യക്തികൾ ആമേൻ അത്ഭുതങ്ങളും അടയാളങ്ങളും അതിശയങ്ങളും പ്രാപിക്കുവാൻ പോകുകയാണ്. അതിശയിപ്പിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുന്നു. സ്വർഗം അങ്ങനെ ചെയ്യാൻ പോകുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 14:3 വാക്യം അവിടെ പറയുന്നു, എന്നാൽ അവർ വളരെ കാലം അവിടെ പാർത്തു, കർത്താവിൽ ആശ്രയിച്ചു പ്രാഗൽഭ്യത്തോടെ അവർ പ്രസംഗിച്ചു കൊണ്ടിരുന്നു. അവൻ തന്റെ കൃപയുടെ വചനത്തിന് സാക്ഷ്യം നിന്നു. അവിടെ കയ്യാൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുവാൻ വരം നൽകി. അവിടെ പറയുന്നു, അവിടെ കയ്യാൽ അവൻ അടയാളങ്ങളും അത്ഭുതങ്ങളും നടക്കുവാൻ ഇടയായി തീർന്നു എന്ന്. ഇയ്യോബിന്റെ പുസ്തകം 9:10 ആമേൻ അതാണ് എനിക്ക് പരിശുദ്ധാത്മാവ് എനിക്ക് കുറിവാക്യമായി തന്നത്. പക്ഷെ അവ 2 വാക്യങ്ങളാണ്. ഒന്ന് പറഞ്ഞതുപോലെ തന്നെ സ്തോത്രം ആമേൻ അതായത് ലൂക്കോസ് സുവിശേഷം 6:19 വാക്യവും ആമേൻ ഇപ്പോ വായിച്ച് ഏൽപ്പിക്കാൻ പോകുന്ന വാക്യവും. യോബിന്റെ പുസ്തകം 9:10 അവിടെ ഇയ്യോബ് ആമേൻ ഇപ്രകാരം നമ്മോട് പറയുകയാണ്, അവൻ ആരാഞ്ഞുകൂടാത്ത വൻകാര്യങ്ങളെയും എണ്ണമില്ലാത്ത അത്ഭുതങ്ങളെയും ചെയ്യുന്നു. എന്നോട് കർത്താവ് കൃത്യമായി പറഞ്ഞു, ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുന്നവർക്ക് വേണ്ടി എണ്ണമില്ലാത്ത അത്ഭുതങ്ങളെ കർത്താവ് ചെയ്യുവാൻ പോകുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഡയറി നിങ്ങൾ മേടിച്ചോളൂ, അല്ലെങ്കിൽ ഡയറി കുറിപ്പ് എഴുതാൻ തുടങ്ങിക്കോളൂ. അത്ഭുതങ്ങളെ കുറിച്ച് മാത്രം, എണ്ണമില്ലാത്ത അത്ഭുതങ്ങളെ കുറിച്ച് മാത്രം എഴുതാൻ തുടങ്ങുക. ആമേ സ്വർഗം ആ നിലവാരത്തിലാക്കി തീർക്കുന്നു. ആമേ സങ്കീർത്തന പുസ്തകം 86:10 അവിടെ ഇപ്രകാരം കർത്താവിനെ കുറിച്ച് പറയുന്നു, ആമേ നീ വലിയവനും അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനുമല്ലോ, നീ മാത്രം ദൈവമാകുന്നു. അവിടെ പറയുന്നു, നമ്മുടെ കർത്താവ് അവൻ വലിയവനും അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനുമല്ലോ. അതുപോലെ സങ്കീർത്തനം 107:24 കർത്താവ് നമ്മെ ബോധ്യപ്പെടുത്തുന്നു. അത് ഇപ്രകാരമാണ്, അവർ യഹോവയുടെ പ്രവർത്തികളെയും ആഴിയിൽ അവന്റെ അത്ഭുതങ്ങളെയും കണ്ടു. അത്ഭുതത്തെ കണ്ടെന്നല്ല, അത്ഭുതങ്ങളെ കണ്ടു എന്നാണ്. സങ്കീർത്തനം 119:18 വാക്യം, നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എന്റെ കണ്ണുകളെ തുറക്കണമേ.
നമ്മുടെ പുസ്തകത്തിന്റെ അകത്ത്, നമ്മുടെ കയ്യിലിരിക്കുന്ന സത്യവേദ പുസ്തകത്തിന്റെ അകത്ത് അത്ഭുതങ്ങളുണ്ട്. അത് കാണണം. അത് കണ്ടുകൊണ്ട് ഓരോ ദിവസവും നാം ജീവിക്കുവാൻ തുടങ്ങണം. അതിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എന്റെ കണ്ണുകളെ തുറക്കണമെന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. സങ്കീർത്തനം 135 9 വാക്യത്തിലൂടെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. മിസ്രൈമേ, നീ നിന്റെ മധ്യേ അവൻ ഫറവോന്റെ മേലും അവന്റെ സകല ഭൃത്യന്മാരുടെ മേലും അടയാളങ്ങളും അത്ഭുതങ്ങളും അയച്ചു. നമ്മുടെ കർത്താവ് ജനത്തെ പിടിച്ചു വെച്ചിരിക്കുന്ന, അവരെ ഒതുക്കി വെച്ചിരിക്കുന്ന ആ മിസ്രൈമിന്റെ മേൽ, അവന്റെ ഭൃത്യന്മാരുടെ മേൽ അവൻ അടയാളങ്ങളും അത്ഭുതങ്ങളും അയച്ചു. നിന്നെ ഒതുക്കിക്കളയുന്ന അന്ധകാര മണ്ഡലങ്ങളുടെ മേൽ സ്വർഗം അടയാളങ്ങളും അത്ഭുതങ്ങളും അയക്കുന്ന കർത്താവാണ്. ഹല്ലേലൂയ. നാം കാണുന്ന, നാം അറിഞ്ഞിരിക്കുന്ന പല വ്യക്തികളും ആ കാലഘട്ടത്തിൽ ജീവിച്ച് മരിച്ചുപോയി. അവർക്കൊന്നും ഇനി ഉയർത്തെഴുന്നേൽക്കാൻ സാധിക്കില്ല. ആ കാലഘട്ടത്തിൽ മടങ്ങിപ്പോകാൻ നമ്മളെക്കുറിച്ച് ദൈവത്തിന് പദ്ധതിയുമില്ല. ഒരിക്കൽ ഞാൻ ഇംഗ്ലണ്ടിൽ നിന്ന് മടങ്ങി വരുമ്പോൾ ഞാൻ ജോൺ നോക്സിന്റെ കല്ലറയും മാർട്ടിൻ ലൂതറിന്റെയും അവിടെയൊക്കെ ഒരുപാട് വിശുദ്ധന്മാരുടെ ചർച്ചകൾ ഇന്നും ഉണ്ട്. മാർട്ടിൻ ലൂതർ കിങ്ങിന്റെ എല്ലാ ചർച്ചകളൊക്കെ ഉണ്ട്. അവിടെ കുറച്ച് ബെന്തക്കോസ് ദൈവമക്കളുടെ കയ്യിലാണ്. അവർ എന്തിനൊക്കെ എടുത്തിരിക്കുകയാണ്, ലീസിനൊക്കെ എടുത്തിരിക്കുകയാണ്. അപ്പോൾ അവിടെയൊക്കെ ശുശ്രൂഷിക്കുവാൻ, കൺവെൻഷൻ പ്രസംഗിക്കുവാൻ സ്വർഗം എന്നെ സഹായിച്ചു. സ്റ്റെവനേജിൽ, അതുപോലെ ഒരുപാട് സ്ഥലങ്ങളിൽ, ലണ്ടനിലും ഒക്കെ കർത്താവ് ശുശ്രൂഷിക്കുവാൻ എനിക്ക് ഭാഗ്യം തന്നു. അപ്പോൾ അവിടെ നിന്ന് ഞാൻ നാട്ടിൽ തിരിച്ചു വന്നപ്പോ എനിക്കൊരു വലിയ സന്തോഷം. ഈ നവീകരണ കർത്താവായ മാർട്ടിൻ ലൂതർ കിങ്, അതുപോലെ വലിയ ആൾക്കാരെ ഒരു ചരിത്രമൊക്കെ നന്നായിട്ട് നേരിട്ട് കണ്ടതല്ലേ, മനസ്സിലാക്കിയതല്ലേ, ജോൺ നോക്സിന്റെ അവസ്ഥ മനസ്സിലാക്കിയതല്ലേ, എനിക്കും അതുപോലെ കൃപ വേണം. ഞാനിങ്ങനെ പോയത് കുത്തി ഉപവസിക്കാൻ തുടങ്ങി. കർത്താവ്, ആ സ്കോട്ട്ലാൻഡിൽ ഞാൻ പോയല്ലോ, അവിടുത്തെ ജോൺ നോക്സിന്റെ കൃപ തരണേ, അവിടുത്തെ ഇത് ചെയ്യണേ എന്ന് പറഞ്ഞു. ഉപവാസത്തിന്റെ 19ാം ദിവസം കർത്താവ് പ്രത്യക്ഷമായിട്ട് ഇറങ്ങി ആ ജനത്തിന്റെ നടുവിൽ ഇറങ്ങി വന്നു. ആ ഉപവാസ പ്രാർത്ഥന ലീഡ് ചെയ്യുന്നത് ഞാൻ തന്നെയാണ്. 500 ആൾക്കാരിപ്പുണ്ട്. അവൻ അവിടേക്ക് കർത്താവ് ഇറങ്ങി വന്നു. സ്തോത്രം. അവിടെ കർത്താവ് പ്രത്യക്ഷമായിട്ട് എന്നെ വിളിച്ചു. കർത്താവിനെ വിളിച്ചു, മകനെ. ഞാൻ വിളി കേട്ടു. കർത്താവ് എന്നോട് പറഞ്ഞു, മകനെ, നീ സാമുവൽ ഡെന്നിസനാണ്. എനിക്ക് ആവശ്യം ഒരു സാമുവൽ ഡെന്നിസനെയാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം, ആ കാലഘട്ടം ജീവിച്ചു മരിച്ചവർ അവര് മരിച്ചു മൺമറഞ്ഞു പോയി. ഇനി എനിക്ക് അങ്ങനെ ഒരുത്തന്റെ നാമത്തിൽ ജീവിക്കണ്ട. എനിക്ക് അങ്ങനെ ഒരാളെ ആവശ്യമില്ല. കർത്താവ് എന്നോട് പറഞ്ഞു, ആമേൻ, നീ സാമുവൽ ഡെന്നിസനാ. എനിക്ക് ആവശ്യം ഒരു സാമുവൽ ഡെന്നിസനെയാണ്. അതുകൊണ്ട് ഉറപ്പായിട്ടും ഇന്ന് രാത്രി അത്ഭുതങ്ങളും അടയാളങ്ങളും അതിശയങ്ങളും ചെയ്ത പ്രിയപ്പെട്ടവർ ലോകത്തിന്റെ നാനാ ഭാഗത്ത് ജീവിച്ചിരിക്കട്ടെ, അല്ലെങ്കിൽ മരിച്ചു മൺമറഞ്ഞു പോകട്ടെ, അവർ ഏതെല്ലാം നിലവാരത്തിലായിരിക്കട്ടെ, അതൊന്നുമല്ല നമ്മുടെ വിശേഷത എന്ന് പറയുന്നത്. നമ്മെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി അത് കൃത്യതയോടെ, അത് വ്യക്തതയോടെ, അത് വളരെ ദൃഢതയോടെ സാധ്യമായി വരുവാൻ ദൈവത്തിന്റെ പദ്ധതിയാണ്. അതിനായിട്ട് സ്വർഗം ഇന്ന് രാത്രി നമ്മെ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യുകയാണ്. അതിശയിപ്പിക്കുന്ന പ്രവൃത്തി സാധ്യമായി വരുവാൻ പോകുകയാണ്. ദൈവത്തിന്റെ മക്കളിലൂടെ അതിശയിപ്പിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കാൻ പോകുകയാണ്. നിങ്ങളായിരിക്കുന്ന ഓരോ സ്ഥാനത്തും അതിശയിപ്പിക്കുന്ന ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുവാൻ പോകുന്നു. ചില അന്ധകാര മണ്ഡലങ്ങൾ ഉടയ്ക്കപ്പെടാൻ പോകുന്നു. ചില പൈശാചിക വ്യാപാരം തകർക്കപ്പെടാൻ പോകുന്നു. എത്ര കണ്ട് സ്നേഹിക്കുന്നവർക്കും അവർക്കെല്ലാം പരിമിതിയുണ്ട്. എപ്പോഴും ഇരിക്കുവാൻ സാധ്യമല്ല. എന്നാൽ എപ്പോഴും ഇരിക്കുന്ന ഒരുവൻ തന്റെ ശക്തി നിന്റെ മേൽ പകർന്നു കഴിഞ്ഞാൽ അസാധാരണമായ ദൈവത്തിന്റെ മഹത്വം സംഭവിച്ചുകൊണ്ടിരിക്കും. ഇന്ന് രാത്രി എന്റെ കർത്താവ് പറയുക, അത്ഭുതങ്ങളും അടയാളങ്ങളും അതിശയങ്ങളും, എണ്ണിയാലൊടുങ്ങാത്ത അത്ഭുതങ്ങളും ഇതാ കർത്താവ് ചെയ്യുവാൻ തുടങ്ങുകയാണ്. ഓരോരുത്തർക്കും വേണ്ടി ചെയ്യാൻ തുടങ്ങുകയാണ്. ഓരോരുത്തരോട് നടക്കാൻ പോകുകയാണ്. അതിശയിപ്പിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുന്നു. അപ്പോസ്തല പ്രവൃത്തി 2:43 വാക്യം. എല്ലാവർക്കും ഭയമായി അപ്പോസ്തലന്മാരാൽ ഏറിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. സർവശക്തനായ ദൈവത്തിന്റെ മഹാസ്നേഹത്താൽ എല്ലാവർക്കും ഭയമായി അപ്പോസ്തലന്മാരാൽ ഏറിയ അടയാളങ്ങളും അത്ഭുതങ്ങളും നടന്നു. ആ നിലവാരത്തിൽ അതിശയകാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 4:30 സൗഖ്യമാക്കുവാൻ നിന്റെ കൈ നീട്ടുന്നതിനാൽ അതേ നിന്റെ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്താൽ അടയാളങ്ങളും അത്ഭുതങ്ങളും
അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുന്നതിനാലും നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസ്താവിക്കുന്ന ദാസന കൃപ നൽകണമേ എന്ന് പറയുന്ന സമയം അവർ കൂടിയിരുന്ന സ്ഥലത്തെ പോലും കുലുക്കത്തക്ക നിലവാരത്തിൽ ഒരതിശയിപ്പിക്കുന്ന പ്രവൃത്തി സാധ്യമായി വന്നു. ആ ദൈവത്തിന്റെ മഹാപ്രവൃത്തി ഇന്ന് രാത്രി അത് അനുഗ്രഹമായിട്ട് വെളിപ്പെടുവാൻ പോകുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ കരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രി അവൻ വൈശാചികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, ചില തകർച്ചകളെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന, ചില പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന, പിശാച് വല്ലാതെ ഉടച്ച് തകർത്ത് തരിപ്പണമാക്കി വെച്ചിരിക്കുന്ന, എല്ലാ തരത്തിലും നശിപ്പിച്ചു വെച്ചിരിക്കുന്ന അവൻ ഇയ്യോബാണ് പറഞ്ഞത്. ഇയ്യോബ് 9:10 ഇയ്യോബാണ് പറഞ്ഞത്, അവൻ ആരാഞ്ഞുകൂടാത്ത വൻ കാര്യങ്ങളെയും എണ്ണമില്ലാത്ത അത്ഭുതങ്ങളെയും ചെയ്യുന്നു. നമ്മുടെ പ്രതികൂലം എത്ര വലിയതാണെങ്കിലും ശരി, എത്ര സ്തോത്രം, അവിടെ ഇയ്യോബിന്റെ മുൻപിൽ അവനെ കുറച്ച് സ്നേഹിതന്മാരുണ്ട്, വ്യസനിപ്പിക്കുന്ന സ്നേഹിതന്മാര്. ഈ വ്യസനിപ്പിക്കുന്ന സ്നേഹിതന്മാരെന്നും പറഞ്ഞില്ല, അവൻ ആരാഞ്ഞുകൂടാത്ത വൻകാര്യങ്ങളും എണ്ണമില്ലാത്ത അത്ഭുതങ്ങളും ചെയ്യുന്നു എന്ന് വന്ന സ്നേഹിതന്മാരൊന്നും ഇയ്യോബിനോട് പറഞ്ഞു കൊടുത്തില്ല. പക്ഷേ പൈശാചികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, എല്ലാ തരത്തിലും തകർക്കപ്പെട്ടിരിക്കുന്ന, എല്ലാ തരത്തിലും ബലഹീനമാക്കപ്പെട്ടിരിക്കുന്ന ഇയ്യോബ് അവരോട് പറഞ്ഞു കൊടുക്കുകയാണ്, അവൻ ആരാഞ്ഞുകൂടാത്ത വൻകാര്യങ്ങളെയും എണ്ണമില്ലാത്ത അത്ഭുതങ്ങളെയും ചെയ്യുന്നു. അവരെന്താണോ പറഞ്ഞത് അത് തന്നെയാണ് സംഭവിച്ചത്. ഉറപ്പായിട്ടും ഇന്ന് രാത്രി മഹാത്ഭുതങ്ങൾക്ക് വേണ്ടി ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഈ പ്ലാറ്റ്ഫോമിൽ വരുവാൻ കഴിഞ്ഞതിന് വളരെ സന്തോഷമുണ്ട്. ഞാൻ എന്റെ ഹൃദയം കൊണ്ട് ഹൃദയപ്രകാരം സ്നേഹിക്കുന്ന ആമെന്റെ ബിജു രാജൻ അച്ഛനെ ഓർത്ത്, കുടുംബത്തെ മോനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. വളരെ സന്തോഷമുണ്ട്. ആമേ കർത്താവ് വളരെയധികമായി സ്നേഹിക്കുന്ന ആമേ കർത്താവിന്റെ അഭിഷിക്ത കുടുംബത്തോട് ഒരുമിച്ചായിരിക്കുവാൻ കഴിഞ്ഞത്. അതുപോലെ കർത്താവിന്റെ അഭിഷിദാസി അവൻ എന്തുരേഖ ഓർത്തൻ കർത്താവിനെ സ്തുതിക്കുന്നു. അവരെ കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, അസാധാരണ പ്രവർത്തികൾ സ്വർഗം ചെയ്തുകൊണ്ടിരിക്കും. ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന നിങ്ങൾ എല്ലാവരെയും ഓർത്ത് എനിക്ക് വളരെ സന്തോഷമുണ്ട്. ദൈവമായി അനുഗ്രഹിക്കട്ടെ. അത് ഇന്ന് രാത്രി കർത്താവ് ഈ പ്ലാറ്റ്ഫോമിൽ വരുവാൻ കർത്താവ് എന്നെ ഇടയാക്കി തീർത്തത്, ആമേൻ സ്തോത്രം, ആമേൻ, അതായത് ആമേൻ ആരാഞ്ഞുകൂടാത്ത വൻകാര്യങ്ങളെയും എണ്ണമില്ലാത്ത അത്ഭുതങ്ങളെയും ആമേൻ നിങ്ങളിൽ സാധ്യമായി വരേണ്ടതിനു വേണ്ടി, ഒരസാധാരണ മഹത്വമായി തീരേണ്ടതിനു വേണ്ടി, അതിനുവേണ്ടിയാണ് ഈ പ്ലാറ്റ്ഫോമിൽ വരുവാൻ കർത്താവ് എന്നെ അനുവദിച്ചത്. ഇങ്ങനെ ഒരു അസാധാരണ പ്രവൃത്തി ആമേൻ പ്ലാറ്റ്ഫോമിലായിരിക്കുന്നവർക്ക് വേണ്ടി കർത്താവ് ചെയ്യുവാൻ പ്ലാൻ ഇല്ലായിരുന്നു, പദ്ധതി ഇല്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് എന്നെ പ്രതീക്ഷിക്കേണ്ടി വരത്തില്ലായിരുന്നു. അതുകൊണ്ട് കൃത്യമായി പറയാം, അവൻ ആരാഞ്ഞുകൂടാത്ത വൻ കാര്യങ്ങളെയും എണ്ണമില്ലാത്ത അത്ഭുതങ്ങളെയും ചെയ്യുന്നു. ഇന്ന് രാത്രി അത് സംഭവിക്കുവാൻ പോകുന്നു. അതിശയിപ്പിക്കുന്ന കാര്യങ്ങളെ സംഭവിക്കുവാൻ പോകുന്നു. നമുക്ക് ഒരുമിച്ച് നമ്മുടെ കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഒരു അസാധാരണ പ്രവൃത്തിക്ക് വേണ്ടി ദൈവത്തിന്റെ കരയിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ആമൻ 2 വാക്യങ്ങളും നിങ്ങൾ മറക്കണ്ട. ആമൻ 1 ഇയ്യോബ് 9:10 അവൻ ആരാഞ്ഞുകൂടാത്ത വൻ കാര്യങ്ങളെയും എണ്ണമില്ലാത്ത അത്ഭുതങ്ങളെയും ചെയ്യുന്നു. അതുപോലെ തന്നെ സ്തോത്രം ലൂക്കോസ് 6:19 മറക്കണ്ട. ശക്തി അവങ്കിൽ നിന്ന് പുറപ്പെട്ടു, ശക്തി അവങ്കിൽ നിന്ന് പുറപ്പെട്ടു. ആമ എല്ലാവരെയും സൗഖ്യമാക്കുന്നുണ്ട്. എല്ലാവരും അവനെ തൊടുവാൻ ശ്രമിച്ചു. തൊട്ടവരൊക്കെ കർത്താവിന്റെ ശക്തിയും വിടുതലും അനുഭവിച്ചറിഞ്ഞു. നമുക്ക് ഒരുമിച്ച് നമ്മുടെ കർത്താവിനോട് പ്രാർത്ഥിക്കാം. ആമൻ അതിശയിപ്പിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുന്നു. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഞാൻ ഒരുമിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷമായി ആമേ കർത്താവിന്റെ അഭിഷുദാസിയെ ശേഷമായിട്ട് ഏൽപ്പിക്കും. ക്ഷണിച്ചതിന് വളരെ അധികം നന്ദിയുണ്ട്. ദൈവമായ കർത്താവ് സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കും. ഓക്കെ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ നല്ല സമയത്തിനായി നന്ദി പറയുന്നു. അതേ കർത്താവേ, അങ്ങയുടെ പ്രത്യക്ഷ സാന്നിധ്യം കണ്ടുകൊണ്ട് ഞങ്ങൾക്ക് ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുവാൻ അങ്ങ് ഞങ്ങളെ അനുവദിച്ചിരിക്കുന്നത് കൊണ്ട് നന്ദി. അതേ കർത്താവേ, മത്തായി 5:8 ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. അതേ പിതാവേ, ഈ ഭൂമിയിലായിരുന്നു കൊണ്ട് തന്നെ അങ്ങെ കാണുവാൻ അങ്ങ് ഞങ്ങൾക്ക് തരുന്ന സൗഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. പിതാവേ, ഇന്ന് രാത്രി അങ്ങ് ഞങ്ങളെ കേൾപ്പിച്ചിരിക്കുന്നു. ഓ സ്തോത്രം, അവൻ ആരാഞ്ഞുകൂടാത്ത വൻ കാര്യങ്ങളെയും എണ്ണമില്ലാത്ത അത്ഭുതങ്ങളെയും ചെയ്യുന്നു. പൈശാചികമായി തകർക്കപ്പെട്ട ഇയ്യോബ് അങ്ങനെ വിശ്വസിച്ച് പറഞ്ഞു, അതേ തന്നെ പ്രവൃത്തിയായിട്ട് കണ്ടു.
ഇത് കേട്ടുകൊണ്ടുന്ന സ്നേഹിതന്മാര് അവര് കണ്ടു. നാളിതുവരെയും ആ വാക്കിനൊത്തമുള്ള അതിശയങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. പ്രിയ പിതാവേ, ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അതേ കർത്താവേ, അത്ഭുതങ്ങൾ അവരിലും, അവൻ അത്ഭുതങ്ങൾ ഓരോരുത്തരിലും, അവൻ അത്ഭുതങ്ങൾ അവരിലൂടെയും നടക്കണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നത് കൊണ്ട് സ്തോത്രം. ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന ഓരോ വ്യക്തികളും ഓരോ കുടുംബങ്ങളും അവരൊരു അസാധാരണ മഹത്വമായിരിക്കും. അത് സാത്താൻ മനസ്സിലാക്കിയിട്ട് പല നിലവാരത്തിൽ ബന്ധിച്ച് ഒതുക്കി തകർത്ത് ആമെ പല നന്മകളെ മുടക്കി ആമെ താമസത്തിന് ഇടം പോലും ഇല്ലാതെ വണ്ണം പല രീതിയിൽ തകർത്തു വെച്ചിരിക്കുന്ന വ്യക്തികളെ കാണുന്നു. ഇന്ന് രാത്രി അങ്ങയുടെ മഹത്വമുള്ള നാമത്തിൽ അവരെ ബുദ്ധിമുട്ടിക്കുന്ന ഇതാ പൈശാചിക ബന്ധനങ്ങൾ തകർന്നു മാറുന്നു. ചില ശാപത്തിന്റെ കെട്ടുകൾ തകർന്നു മാറുന്നു. ചില അന്ധകാര മണ്ഡലങ്ങൾ തകർന്നു മാറുന്നു. ചില പൈശാചിക പോരുകൾ തകർന്നു മാറുന്നു. ആമ യേശുവിനെ പ്രത്യക്ഷമായി കണ്ടുകൊണ്ടിരിക്കുന്ന, ദൂതന്മാരെ കണ്ടുകൊണ്ടിരിക്കുന്ന, അതിശയിപ്പിക്കുന്ന സാന്നിധ്യം കാണുന്ന, ചില ശാപങ്ങൾ വിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. നാളിതുവരെ കർത്താവ് നടക്കാത്ത അത്ഭുതങ്ങളും അടയാളങ്ങളും അതിശയിപ്പിക്കുന്ന പ്രവൃത്തികളും ഇത് ഓരോരുത്തരും സാധ്യമായി വരുന്ന, ഓരോ ഭവനത്തിനകത്ത് സാധ്യമായി വരുന്ന അവരായിരിക്കുന്ന കുടങ്ങളിൽ ബുദ്ധിമുട്ടിക്കുന്ന ചില പൈശാചിക ശക്തികൾ ഇപ്പോൾ ഓടിപ്പോകുന്ന കാഴ്ച ഞങ്ങൾ ഒരുമിച്ച് കാണുന്നു. ഓടിപ്പോകുന്ന കാഴ്ച കാണുന്നു. പൈശാചിക പോരുകൾ യേശു കർത്താവെ തൊട്ടുകൊണ്ടിരിക്കുന്നു. കർത്താവെ, അങ്ങയുടെ ശക്തിയാൽ നാളിതുവരെ ഇല്ലാത്ത വിടുതലുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങയുടെ വലിയ മഹത്വം വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ചില ഭവനങ്ങൾക്ക് ദൈവദൂതന്മാരെ കോട്ടകൾ തകർന്ന് മാറിക്കൊണ്ടിരിക്കുന്നു. ദൈവിക വെളിച്ചം വീശിക്കൊണ്ടിരിക്കുന്നു. ദൈവിക സാന്നിധ്യം ഇറങ്ങി വന്നുകൊണ്ടിരിക്കുന്നു. കർത്താവെ, മിന്നൽ പിടലിനെക്കാളും ശക്തമേറിയ സാന്നിധ്യം അവൻ ശരീരത്തിൽ അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിശേഷിക്കുന്ന മഹത്വം വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അങ്ങ് തലമുടി ധവലപ്പഞ്ഞി പോലെ, മാറിൽ പൊൻകച്ച കെട്ടിയവനായി, കാൽവെള്ളോട് സദൃശ്യമുള്ളവനായി, സൂര്യനെ പോലെ മുഖമുള്ളവനായി, ഇറങ്ങി വന്നിരിക്കുന്നു. അങ്ങയുടെ വലിയ മഹത്വം വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അങ്ങ് ഓരോരുത്തർ നാളിതുവരെയുള്ള നാളിതുവരെയുള്ള ഒരു അവസ്ഥയല്ല. മഹത്വം വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവനാരാഞ്ഞുവിടാത്ത വൻകാര്യങ്ങളില്ലാത്ത അത്ഭുതങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന, മാത്രമല്ല കർത്താവേ, ശക്തി അതിൽ നിന്ന് പുറപ്പെടുകയാണ്. എന്റെ പിതാവേ, അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഒരുമിച്ച് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം.